നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് അല്ലാഹു തആല ഏർപ്പാട് ചെയ്തു. അതിന്റെ പരിപാടി ഉണ്ടായി. അങ്ങനെ മീസാനിന്റെ സമയത്തും മനുഷ്യന്മാരുടെ അവസ്ഥ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. പുന്നാര നബി തങ്ങൾ പറഞ്ഞ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്. നന്മ തിന്മകളെ തൂക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യന്മാർ തുലാസിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. ആ സമയത്തതാ മീസാന്റെ രണ്ട് തട്ടിന്റെ ഭാഗത്ത് നന്മയും തിന്മയും വെക്കപ്പെടുമ്പോൾ ഒരു മലക്ക് ചാർജ് ഉണ്ടാകും. പല കൃത്രിമവും കാണിക്കാൻ ആർക്കും സാധിക്കൂല. ഒരു മലക്ക് അതിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. നന്മയുടെ ഭാഗം തൂങ്ങി അവൻ രക്ഷപ്പെട്ട കൂട്ടത്തിലായാൽ ഉടനെ തന്നെ മലക്ക് അവിടുന്ന് വിളിച്ചു പറയും, തൂക്കം കൊടുക്കുക. തൂക്കം കൊടുക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? വലിയ പാഠ്യശാലയിലൊക്കെ ഉണ്ട് തൂക്കം ഇങ്ങനെ വിളിച്ചു പറയും. അതുപോലെ മലക്ക് തൂക്കം വിളിച്ചു പറയും. എന്താ ഉറക്കെ പറയും, സഈദ ഫുലാനു സഈദ ഫുലാനു സഅദത ലാ യഷ്ഖാ ബഅദഹാ അബദാ. ഇന്നാലിന്നയാൾ ജയിച്ചു പോയി, രക്ഷപ്പെട്ടു പോയി, തൂക്കം മുന്നിലാണ്, അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മലക്കുകൾ വിളിച്ചു പറയും. അതല്ല, തൂക്കം കുറഞ്ഞു പോയാലോ, നന്മയുടെ ഭാഗം കുറവാണ്, തിന്മ കൂടിയ മനുഷ്യനാണ്, ഉടനെ തന്നെ കാവല് നിൽക്കുന്ന മലക്ക് പറയും, ശഖിയ ഫുലാൻ, അവൻ തോറ്റുപോയി, അവൻ പരാജയപ്പെട്ടു പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ സമയത്ത് സബാനിയത്തനം പിന്നെ മലക്കക്ക് കിട്ടുന്ന കയറ്റാനുള്ള പരിപാടിയാ. സബാനിയാക്കള് അവരവരുടെ ചാർജ് വേഗം നിർവഹിക്കൂ. തോറ്റുപോയിരിക്കുന്നു എന്ന പ്രഖ്യാപനം കേൾക്കുമ്പോഴേക്ക് ഔദ്യോഗികമായി ശേഷങ്ങളെന്ന് പ്രഖ്യാപിക്കണമെന്നൊന്നുമില്ല. അതിന് ചാർജുള്ള മലക്ക് തോറ്റു എന്ന് പ്രഖ്യാപിക്കുമ്പോഴേക്ക് ഓടി വന്നിട്ട് സബാനിയാക്കൾ വന്ന് പിടിക്കുന്നു. ഇരുമ്പിന്റെ പ്രത്യേകമായ ചില ആയുധങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. കൊളത്തി വലിക്കുന്നു. എടാ, എല്ലാ പരീക്ഷയിലും ഇജ്ജ് തോറ്റിരിക്കുന്നു. അള്ളാഹു മര്യാദക്കാരോട് ചോദിച്ചു, അതിന് മറുപടി പറയുന്നിടത്തൊക്കെ പാളി. പിന്നെ പറഞ്ഞു, എന്റെ അവയവങ്ങൾ തന്നെ സാക്ഷി നിൽക്കണം. അവയവങ്ങൾ പറഞ്ഞപ്പോ അതിലും നീ പാളി. ഇപ്പൊ നന്മ തിന്മകളൊക്കെ തൂക്കി നോക്കിയപ്പോ അവിടെയും നീ പാളി. ചെയ്തതേ കാണുകയുള്ളൂ. താൻ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അങ്ങനെ അവനെ കൊളത്തി വരിച്ച് നരകത്തിന്റെ ഭാഗത്തേക്ക് നയിക്കപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നന്മ തിന്മകളെ തൂക്കുന്ന ക്ലാസ് അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ വെച്ച് ഒരിക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സഹാബി പറയുകയാണ്, നബിയേ, നന്മ തിന്മകളെ തൂക്കുന്ന കാര്യം കേട്ടപ്പോ എനിക്ക് പേടിയാകുന്നു. എനിക്ക് 2 തൊഴിലാളികളുണ്ട്, 2 അടിമകൾ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ തൊഴിലാളികളാ. അവരുടെ സ്വഭാവം എന്താണെന്നറിയോ? എന്നെ വല്ലാതെ പറ്റിക്കും, എന്നെ വല്ലാതെ ചതിക്കും. ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുകയില്ല. ഇങ്ങനത്തെ ഒരു സൈസ് 2 പണിക്കാർ, 2 അടിമകൾ. ഞാൻ നന്നായിട്ട് അവരെ അടിക്കും. ഞാൻ ചീത്തയും പറയും, നന്നായിട്ട് കൊടുക്കും. ഞങ്ങൾ രണ്ടും അങ്ങനെയാണ്. അവരെങ്ങോട്ടും പറ്റിക്കാൻ പറ്റുന്നതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് നന്നായിട്ട് അടിക്കും. എന്താ ചെയ്യപ്പെടുത്താൻ? നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നാളെ ആഖിറത്തിൽ വരുമ്പോൾ നിന്റെ അടിമകൾ നിന്നെ ഇങ്ങോട്ട് പറ്റിച്ചതും ചതിച്ചതും വഞ്ചിച്ചതും ഒക്കെ കണക്ക് കൂട്ടും. നീ അവരെ അങ്ങോട്ട് അടിച്ചതും ശിക്ഷിച്ചതും കണക്ക് കൂട്ടും. അങ്ങനെ ഏതാണോ മുന്നിൽ നിൽക്കുന്നത് അവിടെ കുടുങ്ങും. നിന്റെ ശിക്ഷയാണ് കൂടുതലായി പോയതെങ്കിൽ നീ അടിച്ചതും വഴക്ക് പറഞ്ഞതും നിന്റെ തൊഴിലാളിയോട് നീ ദേഷ്യം പിടിച്ചതും അധികരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ശിക്ഷയായിരിക്കും ലഭിക്കുക. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ആ സഹാബി നബിയേ, അവരെന്നെ അങ്ങോട്ട് ചതിക്കുന്നതിനും വഞ്ചിക്കുന്നതിനും അങ്ങോട്ട് കണക്കാക്കി അടിക്കാൻ എനിക്ക് കഴിയ നബിയേ. എന്റെ നെങ്ങാനും കുറച്ച് ഏറിപ്പോയാൽ ഞാൻ കുടുങ്ങിപ്പോകുമെങ്കിൽ പിന്നെ എനിക്ക് അവരുമായി ഇടപാട് വേണ്ട നബിയേ. ഞാൻ അവരെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചിരിക്കുന്നു നബിയേ. അവരെ കൊണ്ട് നടന്നിട്ട് ഏടാകൂടം തലയിലിടാനാവൂല എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹാബി രക്ഷപ്പെടുന്നു. സുഹൃത്തുക്കളെ, വേറൊരു ഹദീസ്. ഇടക്കിടക്ക് സന്തോഷം പറയാൻ ഞാൻ ബേജാറാ. പറയുന്ന എനിക്കും ബേജാറാ, കേൾക്കുന്ന മുഅ്മിനീങ്ങൾക്കൊക്കെ ബേജാറാ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് പറയുന്ന ഇമാം അഹ്മദ് മുസ്നദിൽ, ഹാക്കിം, തുർമുദി, ഇബ്നു മാജ തുടങ്ങിയ എല്ലാവരും ഉദ്ധരിച്ച സഹീഹായ ഹദീസാ. നാളെ അല്ലാഹു വിചാരണക്കെടുക്കും മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ. അലാ റൂസിൽ ഖലായിഖ്, സൃഷ്ടികളെ ആസകലം മുമ്പിൽ വെച്ച് യൗമുൽ ഖിയാമയിൽ അല്ലാഹു തആല ഒരാളെ ശിക്ഷിക്കുക, ഒരാളെ വിചാരണ ചെയ്യുക. അങ്ങനെ അല്ലാഹു നന്മതിന്മയുടെ ഏടുകൾ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. എത്ര ഫയലുകളാ അദ്ദേഹത്തിന്? 99 സിജില്ല, 99 ഫയലുകൾ. ഒന്നല്ല, ഒരാളുടെ കേസ് വിചാരണ ചെയ്യാനുള്ള 99 ഫയലുകൾ. ദിക്റിന്റെ ഫയല്, കർമ്മങ്ങളുടെ ഫയല്, കയ്യിന്റെ ചാർജ്, കാലിന്റെ ചാർജ്, ഇങ്ങനെ 99 ഫയൽ ഏതോ ആയിരിക്കും. 99 ഫയലുകൾ എന്നല്ല, കുല്ലു സിജില്ലിൻ മിസ്ല അഹ്മദൽ ബസർ. ഓരോ ഫയലുകളും കൺകാണാൻ വലിപ്പമില്ല, കൺകാണുന്ന ദൂരമത്ര വലിപ്പമുണ്ട്. വലിയ വലിയ ഫയലുകൾ. അങ്ങനെ 99 എണ്ണം കയ്യിലേക്കാണ്ട് കൊടുത്തിട്ട് ഇവൻ കിടന്നിട്ട് ഇങ്ങനെ വിറളി കൊള്ളുകയാണ്. അള്ളാഹു ചോദിക്കും, അത്തുങ്കിറു മിൻ ഹാദാ ശൈഅ,
വല്ല കുഴപ്പമുണ്ടോ? എഴുതിയിട്ട് വല്ല പ്രശ്നവും കുടുങ്ങിക്കണോ? നിന്നെ പറ്റിക്കാൻ വേണ്ടി എന്തോ ചെയ്തുക്കണോ? ആ വലമൊക്കെ കത്തപറ്റിയാൽ സംശുദ്ധരായ ഞാൻ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരായ മലക്കുകൾ നിന്നെ ആക്രമിച്ചിട്ടുണ്ടോ? എന്നോടെന്തോ കണ്ടുകൂടായികളുള്ളതുകൊണ്ട് വല്ലതും വേണ്ടാത്ത എഴുതിയിട്ടുണ്ടെന്ന് നിനക്ക് അഭിപ്രായം ഉണ്ടോ? അപ്പോഴീ അടിമ പറയും, ലാ യാ റബ്ബ്, ലാ യാ റബ്ബ്, ഇല്ല പടച്ചവനെ ഇല്ല, ഇതിലുള്ളതൊക്കെ ശരി തന്നെയാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ എന്ന് പറയുമ്പോ അള്ളാഹു ചോദിക്കും, അഫലക ഉദ്റുൻ, നിനക്ക് വല്ല ഉദ്റും പറയാനുണ്ടോ? സംഗതിയൊക്കെ ശരിയാണെന്ന് സംബന്ധിച്ചാൽ പോരല്ലോ, എന്താ അങ്ങനൊക്കെ സംഭവിക്കാൻ കാരണം? നിനക്ക് വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ടോ? അപ്പോഴീ അടിമ കരഞ്ഞുകൊണ്ട് പറയും, ലാ യാ റബ്ബ്, ലാ യാ റബ്ബ്, ഇല്ല പഠിച്ചവനെ ഒരു ഉദ്റും പറയാനില്ല. ഉസ്താദുമാരെ വഴത് പറഞ്ഞു തന്നിരുന്നു, ക്ലാസ് എടുത്തിരുന്നു, അതൊക്കെ ഞാൻ കേട്ടിരുന്നു, പക്ഷെ നിസ്കരിക്കുന്നിടത്ത് ഞാൻ പുറകിലായി പോയി, എന്ത് ചെയ്യാൻ എന്നെ ഇബ്ലീസ് പറ്റിച്ചു എന്നങ്ങോട്ട് പറയുമ്പം അല്ലാഹു തആല അവനോട് പറയുന്നു, എന്നാൽ ഒരു കാര്യമുണ്ട്, 99 ഫയലുകളല്ലേ, അതിന്റെ ഒരു ഫയലും കൂടി കൊണ്ടുവരാനുണ്ട്, കൊണ്ടുവന്നിരിക്കുന്നു. ബല ഇന്നലക ഇൻദനാ ഹസന വഅന്നഹു ലാ ളുൽമ അലൈക അൽയൗം, നിനക്ക് ഒരു കാര്യവും കൂടി കൊണ്ടുവരാനുണ്ട്, ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. എന്താ കൊണ്ടുവന്നതെന്നറിയോ? വലിയ വലിയ വലിപ്പമുള്ള 99 ഫയലുകളിലുള്ളത് മുഴുവൻ തനിക്ക് എതിരായി വിഷമകരമായി നിൽക്കുമ്പോഴാണ് ഒരു കാർഡ്, ഒരു കാർഡ് വളരെ ചെറിയ ഫയല, അതിങ്ങോട്ട് കൊണ്ടുവരുന്നു. എന്താണ് അതിന്റെ പവർ എന്നറിയുമോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ ഉറപ്പിച്ചു നിർത്തിക്കോ, ഇതാണ് നമ്മുടെ ആധാരം. ഇതിനു വേണ്ടിയാണ് അല്ലാഹു നമ്മളെ പടച്ചത്, ഈ കലിമത്തിന് വേണ്ടിയാണ് പ്രപഞ്ചത്തെ പടച്ചത്, ഈ കലിമത്തിന് വേണ്ടിയാണ് മലക്കുകളെ പടച്ചത്, ഈ കലിമത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഹമലത ലാ ഇലാഹ ഇല്ലല്ലാഹ് വയാ ഹമലത കലിമത ഷഹാദ. മുഅ്മിനീങ്ങളെ സന്തോഷിക്കുവീൻ, 99 ഫയലുകളും തനിക്കെതിരായി ബേജാറായി നിൽക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തിയ മനുഷ്യനായിരുന്നു ഇയാള്. അതിൽ യാതൊരു സംശയവുമില്ല. അതിലും സംശയം ഉണ്ടായാൽ പോയിട്ടോ, മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് അതിൽ മണ്ണ് വാരിടല്ലടാ, അതിൽ കുഴപ്പമുണ്ടാക്കല്ലേ. അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പടപ്പുകളോട് തുല്യതപ്പെടുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തു തൗഹീദിന് കളങ്കം വരുത്തല്ലേ. അങ്ങനെയൊക്കെ ആ പല ആൾക്കാർ ഇന്ന് കുടുങ്ങിപ്പോകുന്നത്. സംശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ആ കാർഡ്, ആ വിത്താക്ക ഇങ്ങോട്ട് വെച്ചിട്ടതാ, ഇതാ ഇത് നിന്റെതാ എന്ന് പറയുമ്പോ ഈ സാധു ഇങ്ങോട്ട് കാണുമ്പോൾ ചോദിക്കുക, യാ റബ്ബ് മാ ഹാദിഹിൽ വിത്താഖത്തു മാ ഹാദിഹി സിജില്ലാത്ത്. 99 വലിയ 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 ഫയലുകളുടെ മുമ്പിൽ ഈ ചെറിയ കാർഡ് വെച്ചിട്ട് എന്തോന്ന് കാര്യം പഠിച്ചവനെ, ഇതൊരു ചെറിയ കാർഡല്ലേ, 99 ഫയലുകൾ തൂക്കാനില്ലേ. അപ്പോഴാണ് പറയുന്നത്, ഇന്നക്കലാത്തൂലം കാത്തിരിക്ക്, ഇതാ ഇപ്പം കാണാം ഏതാ തൂക്കമുള്ളത്. അങ്ങനെ റസൂലുള്ള പറയുന്നു, ഫതൂലഉ സിജില്ലാതു ഫീ കഫത്തിൻ വൽ ബിതാഖത്തു ഫീ കഫാ. അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും കണക്കുള്ളത് ഒരു ഭാഗത്ത് വെക്കുന്നു തുലാസിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കൽമറിഞ്ഞുകൊണ്ടുള്ള ഷഹാദത്ത് മറ്റൊരു തട്ടിൽ വെക്കുമ്പോൾ അവന്റെ ഫയലുകളൊക്കെ അതാ പൊന്തിപ്പോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമ ഷഹാദ താഴോട്ട് വന്ന് തൂങ്ങുന്നു. നന്മ ഫലാ യസ്ഖുലു മഅസ്മില്ലാഹി ശൈ. പറയേണ്ടതുപോലെ പറഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധ പേരിന്റെ അടുത്ത് മറ്റൊന്നും വിലപ്പോവുകയില്ലെന്ന് ശഫീഉന റസൂലുള്ളാഹി. സഹിഹായ ഹദീസാണ്, നമുക്കൊരളവോളം പ്രതീക്ഷ തരുന്ന, ആശ നൽകുന്ന ഹദീസാണ്. നമ്മൾ വഞ്ചിതരായി പോകരുത്. എന്നാലും നമ്മൾ ഉറപ്പിച്ചു നിർത്തുകയില്ല, ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് നാവ് കൊണ്ട് പറയുക, കൽബിൽ ഉറപ്പിച്ചു നിർത്തുക. അല്ലാഹു തആല തൗഹീദിൽ ജീവിച്ച് തൗഹീദിൽ മരിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുഹൃത്തുക്കളെ, വിചാരണ കഴിഞ്ഞു, തുലാസിന്റെ പരിപാടിയും കഴിഞ്ഞു, ചോദ്യവും ഉത്തരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിഞ്ഞു. സത്യവിശ്വാസികളും ഒന്ന് പരിങ്ങി നിൽക്കുകയാണ്. കുറച്ചൊക്കെ നല്ല മുഅ്മിനീങ്ങൾ തന്നെയാണ്, സംഗതി ശരിയാണ്. പക്ഷേ ഏറ്റവും നല്ലവർക്കല്ലേ അർശിന്റെ തണലുള്ളൂ. ശരാശരി ഒത്തുപോകുന്നവർക്കൊന്നും അർശിന്റെ തണലുണ്ടെന്നൊന്നും ഇല്ലല്ലോ. അവരൊക്കെ ഒന്ന് പരിങ്ങി വിയർത്തൊലിച്ച് വിഷമിച്ച് കഷ്ടപ്പെട്ട് ഇപ്പൊ ഏതായാലും രക്ഷപ്പെടുമെന്ന അവസ്ഥയിലെത്തി. അപ്പോഴൊരു ഗ്ലാസ് വെള്ളം കിട്ടിയാ തിരക്കടില്ല. ദാഹിച്ച് വലഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ അതാ അവിടെയും നമുക്ക് രക്ഷക്കെത്തുന്ന രക്ഷകൻ, നമ്മെ വിമോചിപ്പിക്കാനെത്തുന്ന വിമോചകൻ, നമ്മുടെ കാരുണ്യത്തിന്റെ കടല് അഷ്റഫുൽ ഖൽഖി ത്വാഹ റസൂലുള്ളാഹി. ഹിസാബിന്റെ ആ സമയത്ത് ദാഹം കൊണ്ട് വലഞ്ഞിരിക്കുന്ന മുഅ്മിനീങ്ങളെ പറയാൻ പറഞ്ഞത്, അവര് തന്നെ വലഞ്ഞിരിക്കുകയാണ്. അർശിന്റെ തണലില്ലേ എന്നൊന്നും ചോദിച്ചു
വിശ്വസിച്ചിട്ട് കാര്യമില്ല. ബേജാറ് കൊണ്ട് ബേജാറല്ലേ. രണ്ട് കാരും മര്യാദക്ക് സ്വർഗത്തിന്റെ ഉള്ളിലെത്തി ഉറപ്പാകുന്നത് വരെ ബേജാറ് തീരൂല. ആ അവസ്ഥയിൽ മുഅ്മിനീങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ കുറെ വർഷമായല്ലോ, പതിറ്റാണ്ടുകളായില്ലേ സൂര്യന്റെ ചുവട്ടിൽ നിൽക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം, ഒരു തണുത്ത പാനീയം. ആ സമയത്താണ് സമ്മാനത്തിന്റെ പാത്രവുമായി കാരുണ്യത്തിന്റെ ദൂതരായ കരളിന്റെ കരളായ താഹാ റസൂലുള്ളാഹി الشفاعة هب لنا في القيامة مشفقا ولنا الله يا سيدي خير النبي. പിന്നെ അടുത്ത ഹൗദുൽ കൗസറിന്റെ ചോദ്യം ചോദിക്കണം. ഏതാ ചോദ്യം? എന്താ? ആർക്കാ പറയാൻ നോക്കുക? അൽഹംദുലില്ലാഹ് സദസ്സിൽ ഒരു നല്ല സുന്നിയുണ്ട്, ബാക്കിയൊക്കെ സുന്നികൾ തന്നെ. ഇത് വിദഅത്താണ്, ശിർക്കാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന വഹാബി, നീ അവിടെയും മാറി പുറത്തോട്ട് പോയിരിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സൃഷ്ടികളിൽ അത്യുധാരരായ നേതാവായിട്ടുള്ള പുന്നാര നബിയെ, അവിടുത്തെ പാനീയത്തിന്റെ തടാകത്തിൽ നിന്ന് ഒരിറ്റു കുടിക്കാൻ ഒരു പാനീയം ഞങ്ങൾക്ക് തരണേ പുന്നാര നബിയെ, ഞങ്ങൾ ആശിക്കുന്നു. ഞങ്ങളുടെ കിതാബുകളൊക്കെ തുറന്നു വെക്കപ്പെടുന്ന മഹ്ശറ വൻസഭയിലെ ഭീതിതമായ നാളിൽ അവിടുത്തെ ഹൗദുൽ കൗസർ ഒന്ന് കുടിപ്പിക്കണം നബിയെ. അള്ളാഹു നമുക്ക് ആ മഹത്തായ സൗഭാഗ്യത്തിന് ഇടവരുത്തട്ടെ. അതിന് പറ്റുന്ന അമൽ എന്താണോ ദുനിയാവിലുള്ളത് അത് അള്ളാഹു തആല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ. അത് പുന്നാര നബിയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടുള്ള വഅളാണെങ്കിൽ അത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവിടുത്തെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അവിടുത്തെ റൗള ശരീഫിൽ ചെന്നുകൊണ്ട് സിയാറത്ത് ചെയ്യൽ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. മുഅ്മിനീങ്ങളെ, വേറെ ഒരു വർത്തമാനം കൊണ്ട് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല സാധുക്കളായ നമ്മൾ. നമ്മുടെ ബൈസദാ സുന്നത്തി ജമാഅത്തിന്റെ ബൈസദാ ഇന്നലെ പറഞ്ഞു വന്നില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസർ മധുരത്തോടു കൂടി കുറച്ചു നേരം കേൾക്കാം. കേൾക്കുന്നതിന്റെ സന്തോഷമുള്ള വർത്താനാണ് മുഅ്മിനീങ്ങൾക്ക്. ഇൻഷാ അല്ലാഹ് അത് കിട്ടാൻ ഇടണ്ട് എന്ന് തോന്നുമ്പോൾ കേൾക്കുന്നതിൽ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? തീർച്ചയായും അള്ളാഹു ഹൗദിലേക്ക് നമ്മളെ അടുപ്പിക്കുമാറാകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അനസ് സഹാബി റളിയല്ലാഹു എന്ന് പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുകയാ ഒരിക്കൽ. സഹീഹുൽ ബുഖാരിയിൽ കാണാം. റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുക. ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ബൈന അബൂബിനാ, ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുക, സഹാബത്തിന്റെ ഇടയിൽ. പെട്ടെന്ന് നബിയുടെ അവസ്ഥ മാറി. നബിയുടെ അവസ്ഥ മാറിയ സഹാബക്ക് തിരിയും. ഇതെന്താ? വഹി ഇറങ്ങുക, ജിബ്രീൽ അലൈഹിസ്സലാം അവതരിക്കുന്ന രംഗം സഹാബക്ക് തിരിയും. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അതാ മുഖം വിയർത്തൊലിക്കും. വഹി ലഭിച്ച റസൂലുള്ളാഹിക്ക് വിയർത്തൊലിക്കും, അത് സ്വഭാവമുള്ളതാ. പെട്ടെന്ന് നബി തങ്ങൾ പുഞ്ചിരിയോടുകൂടിയാണ് തല ഉയർത്തുന്നത്. അല്ലാഹ് പുഞ്ചിരിയോടുകൂടെ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ ലഹക യാ റസൂലല്ലാഹ്, അവിടുന്ന് എന്തോ ചിരിക്കുന്നു നബിയെ, നല്ല സന്തോഷമുള്ള സമയമാണല്ലോ. അപ്പോഴാണ് പുന്നാര നബി പറയുന്നത്, സുന്നികളെ നമുക്ക് സന്തോഷമുള്ളതാ. റബീഉൽ അവ്വലിലും മൗലൂദിന്റെ സദസ്സിലും നമ്മൾ പാടി പറയുന്ന ഹൗദുൽ കൗസറിന്റെ ആയത്ത് നസലത്ത് അലയ്യ ആരിഫൻ സൂറ, അല്ലാഹു ഇപ്പോൾ എനിക്ക് ഖുർആനിൽ ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസറ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ ശുദ്ധനാമത്തിൽ ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയേ നിശ്ചയം അവിടത്തേക്ക് നാം അൽ കൗസറിനെ നൽകിയിരിക്കുന്നു നബിയേ. അൽ കൗസർ എന്ന് പറയുന്ന മഹാസൗഭാഗ്യത്തെ തങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു നബിയെ. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, തങ്ങളുടെ റബ്ബിന് വേണ്ടി കൂടുതലായി നിസ്കരിക്കുക, കൂടുതലായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലിയും ത്യാഗങ്ങളും അമലുകളും വർദ്ധിപ്പിക്കുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അങ്ങേ മോശപ്പെടുത്തുന്നവൻ നശിച്ചവനാണ് നബിയെ. അങ്ങ് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ തെണ്ടിയാണ് നബിയെ. ഖുർആനായി പറയുന്നത് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അവിടത്തോട് കളിക്കാമെന്നവനും അവിടത്തെ കളിപ്പിക്കാമെന്നവനും തെണ്ടിയാണ്, ചെറ്റയാണ് നബിയെ. ഹുവൽ അബ്തർ, അവൻ നശിച്ചവനാണ്. അതുകൊണ്ട് തങ്ങൾക്ക് നാം കൗസറിനെ നൽകിയിരിക്കുന്നു. അപ്പോഴേക്ക് നബി തങ്ങൾക്ക് ഊറ്റമായി. അത്തദറൂന അൽ കൗസർ, എന്താണ് അല്ലാഹു എനിക്ക് തരുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്ന അൽ കൗസർ എന്ന് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം. അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു നഹറുൻ വഅദനീഹി ഇലൈഹി, അതൊരു പ്രത്യേകമായ തടാകമാണ് സഹാബ, അത് പ്രത്യേകമായ ഒരു അരുവിയാണ്. അത് അല്ലാഹു എനിക്ക് നൽകുമെന്ന് ഉറപ്പ് തന്നിരിക്കുന്നു. അലൈഹി
ഖൈറുൻ കസീർ, അതിൽ വല്ലാത്ത ഖൈറുകളുണ്ട്. ഹുവ ഹൗദുൻ തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്തുകൾ അണിനിരന്ന് വന്ന് കപ്പ് വാങ്ങി കുടിക്കുന്ന, അവരുടെ ദാഹം തീർക്കുന്ന ഹൗദാണ് സഹബ, ഹൗദുൽ കൗസറാണ് സഹബ. ഇത് പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്, പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ വിഷയം കുറച്ച് മനസ്സിലാക്കണം. ഹൗദുൽ കൗസർ രണ്ടെണ്ണുണ്ട് റസൂലുള്ളാഹിക്ക് ഹൗദ്, ഒറ്റ വാക്കിലേ പറയാൻ നേരമുള്ളൂ. എന്താണത്? വസ്സഹീഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദൈൻ അഹദുഹുമാ ഫിൽ മൗഖിഫ് ഖബ്ല അസ്സറാത്തി വസ്സാനി ഫിൽ ജന്ന, ഒന്ന് സ്വർഗ്ഗത്തിൽ, ഒന്ന് സ്വർഗത്തിൽ. അത് റസൂലുള്ളാഹി തങ്ങളുടെ വിരുന്നൂട്ടുന്ന വലിയ തടാകമാണ്. തടാകം എന്നൊക്കെ പറയുമ്പോൾ, ഹൗദ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ജുമാഅത്ത് പള്ളിക്കലുള്ള ആ ചെറിയ ഹൗദൊക്കെയാണോ ഓർമ്മ വരേണ്ടത്? അതോ മമ്പറം പോയതിന്റെ അത്ര ഉള്ളതോ? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. വലിപ്പം എത്ര ഉണ്ട് എന്നൊക്കെ ഒന്ന് റിസർച്ച് നടത്തി നോക്കാൻ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്നാൽ ഒന്ന് സിറാത്തിന്റെ മുമ്പ് മഹ്ശറിൽ ഉണ്ടാകും, ഒന്ന് സ്വർഗത്തിലും ഉണ്ടാകും. രണ്ടെണ്ണം ഉണ്ടെന്നാ ശരി. അത് കുറച്ചുകൂടെ തഹ്ഖീഖുള്ള പണ്ഡിതന്മാർ പറയുന്നത് സഹീഹ് മുസ്ലിമിൽ കാണാം ഒരു ഹദീസ്, യുഷ്ഹബു ഫീഹി മീസാബാനി യമുത്താനി മിനൽ ജന്ന. അപ്പം ശരിയായി, സ്വർഗത്തിൽ നിന്ന് രണ്ട് വലിയ പാത്തിയിട്ട് മഹ്ശറിലുള്ള മഹാസഭയിലുള്ള ഹൗദിലേക്ക് കൊളത്തു കൊടുത്തിരിക്കുന്നു. ഒരു കണക്ഷൻ, നല്ല രണ്ട് പൈപ്പ്. പൈപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ ചെറിയ 1.5 ഇഞ്ച് പൈപ്പല്ല, അതിന്റെ വലിപ്പമൊക്കെ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പൊ സ്വർഗത്തിലുള്ള ഹൗദും മഹ്ശറയിലെ മൗഖിഫിലുള്ള ഹൗദും രണ്ടും രണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് പാനീയത്തെ എടുക്കുന്ന ഒരു വലിയ രണ്ട് പൈപ്പുകളുണ്ട് എന്നൊരു ഹദീസ് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു. യുഫ്തഹു നഹ്റുൻ മിനൽ കൗസരി ഇലൽ ഹൗദ്, സ്വർഗത്തിലെ ഹൗദിൽ നിന്ന് ഒരു പുഴ പോലെ അത് തന്നെ ആ പൈപ്പ് ഹൗദിലേക്ക് ഇങ്ങോട്ട് വെച്ചിരിക്കുന്നു. രണ്ടിനും പേര് ഹൗദുൽ കൗസർ എന്ന് തന്നെ ആവാം. അപ്പൊ ആ ഹൗദുൽ കൗസർ ആഖിറത്തിൽ സ്വർഗത്തിലുണ്ട്. അവിടെ എത്തിയവർക്ക് ഇൻഷാ അല്ലാഹ് എപ്പോഴും സുഖമാണ്, എപ്പോഴും സന്തോഷത്തോടു കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ ആ സൽക്കാരത്തിൽ സംബന്ധിക്കാം. മഹ്ശറിലെ ആ ബേജാറിന്റെ സമയത്ത് ഒരാൾക്ക് കിട്ടിയാലോ അതെന്തൊരു വലിയ റഹ്മത്താണ് ഇൻഷാ അല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ബൈനാ അന അസീറു ഫിൽ ജന്ന, സ്വർഗത്തിലൂടെ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കവേ. സഹീഹ് ബുഖാരിയിൽ കാണാം. നീ നിഷേധിച്ചിട്ട് കാര്യമില്ല, ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത മനുഷ്യന്മാരുണ്ട്. പഠിച്ചവനെ, നമുക്ക് അതിലൊക്കെ ഉറപ്പാണ്, അതൊക്കെ നമുക്ക് ലഭിക്കണമെന്ന് തീർച്ചയാണ്. റസൂലുള്ളാഹി പറയുന്നു, സ്വർഗത്തിലൂടെ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പം ഇദാ അന ബിനഹ്രിൻ, പ്രത്യേകമായ ഒരു വലിയ പുഴ കാണുന്നു, ഒരു നദി കാണുന്നു, നിറച്ച് വെള്ളമൊഴുകുന്ന നദി. ഹഫതാഹു ഖുബാബുദ്ദുറിൽ മുജവഫി, ഉള്ള പൊള്ളയായ പ്രത്യേക തരത്തിലുള്ള ഏറ്റവും മുന്തിയ തരമുള്ള മുത്തുകൊണ്ടാണ് അതിന്റെ ചുറ്റുകെട്ടിയിരിക്കുന്നത്. കരിക്കല്ല് കൊണ്ടല്ല, ചെങ്കല്ല് കൊണ്ടല്ല, സുഹൃത്തുക്കളെ, സിമന്റിന്റെ കട്ട കൊണ്ടല്ല, മറിച്ച് ഉള്ള പൊള്ളയായ പ്രത്യേകമായ അമൂല്യ മുത്തുകൊണ്ട്. കരിക്കല്ലുകൾക്ക് പകരം മുത്തുകളാണ്, അതുകൊണ്ടാണ് ചുറ്റുഭാഗങ്ങളെ കെട്ടി ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഈ പുഴ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മാഹാദായ ജിബ്രീൽ, സ്വർഗത്തിൽ ഈ കാണുന്ന പുഴ, ഈ നദി ഏതാണ് നബി ചോദിക്കുന്നു. ജിബ്രീൽ പറയുന്നു, ഹാദൽ കൗസറുല്ലദീ അഅതാക റബ്ബുക, നബിയേ, അവിടത്തേക്ക് അല്ലാഹു നൽകുമെന്ന് പറഞ്ഞ കൗസറില്ലേ, ഇന്നാ അഅതൈനാകൽ കൗസർ, അൽ കൗസറാണ് നബിയേ ഈ സാധനം. ഇത് സഹീഹ് ബുഖാരിയ. എന്നിട്ടും വഹാബിന്റെ ഖുർആൻ പരിഭാഷയിൽ എന്താ കൊടുക്കുന്നത്? ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയേ, താങ്കൾക്ക് നാം കൂടുതൽ തന്നിരിക്കുന്നു. എന്തായിരിക്കും നിങ്ങളുടെ സ്വഭാവം? ഈ പൂച്ചാനെ പിടിച്ചിട്ട മാതിരി. പൂച്ച എങ്ങനെ പിടിച്ചിട്ടാണ് കാല്? അള്ളാഹുവിന്റെ റസൂലിനെ ചെറുതാക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ ഒരു മുന്നിലാ? അൽ കൗസർ എന്ന് പറഞ്ഞാൽ പിന്നെ അടിയിലൊക്കെ കൊടുക്കും. അങ്ങനെ അഭിപ്രായം, ഇങ്ങനെ അഭിപ്രായം, അങ്ങനെ തന്നെ അഭിപ്രായം. പിന്നെ എന്തായിട്ട് ഒരു മടി. അൽ കൗസർ, പക്ഷെ വാക്കുകൊണ്ട് പറയാൻ അൽ കൗസർ എന്ന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവാം. എന്നാലും ഹദീസ് കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ട മയനക്കല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന അഅതൈനാകൽ കൗസർ എന്ന് അല്ലാഹു പറഞ്ഞ അൽ കൗസറാണ് നബിയെ ഇത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഫൈദാ തുയിനുഹു മിസ്കുൻ ഇസ്ഫർ, അപ്പോഴടിയിലൂടെ വെള്ളത്തിന്റെ താഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ എന്തൊരു അന്തസ്, സുബ്ഹാനല്ലാഹ്, ഏറ്റവും മുന്തിയ കസ്തൂരിയാണ് അടിയിൽ കാണുന്നത്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഇന്നി ഫറത്തുൽ ലക്കും വ ഇന്ന മൗഇദകുമുൽ ഹൗദ്. സഹബ, ഞാൻ നേരത്തെ പോകാം, നമുക്കിനി കണ്ടുമുട്ടാനുള്ള സ്ഥലം ഹൗദുൽ കൗസറിന്റെ മുറ്റത്ത് വെച്ചാണെന്ന് ഖാല റസൂലുള്ളാഹി. ആ കാഴ്ചയിൽ
ഭൂമിയിൽ കാത്തിരിക്കുന്ന റസൂലുള്ളാഹിനെ നമുക്ക് അവിടെ വെച്ച് കാണണം. അള്ളാഹു വിധി കൂട്ടി തരട്ടെ. അതിന് വലിപ്പം എത്രയാണെന്നറിയോ? മഹ്ശറയിലെ കോടിക്കണക്കായ മനുഷ്യന്മാർ. നമ്മൾ മാത്രമൊന്നുമല്ല. ഇപ്പൊ അതിന്റെ സദസ്സിന് എത്ര ആൾക്കാരല്ലേ? ആഗ്രഹിച്ച സ്ഥലം മതിയാകുന്നില്ല പോകാൻ. എന്നാലേ ഈ കോടാനുകോടി മുഅ്മിനീങ്ങൾ, അതിൽപ്പെട്ട എത്രയോ വലിയ 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 സ്വാലിഹീങ്ങൾ, അവരൊക്കെ കൂടി വന്ന് റാഹത്തോടു കൂടി ഒരു ഗ്ലാസ് കുടിക്കണമെങ്കിൽ എത്ര വലിപ്പം വേണം? അള്ളാഹു റസൂൽ പറയുന്നു അത് വളരെ വലുത് തന്നെയാണ്. അതിന്റെ സ്വഭാവം ആദ്യം പറയാം. പാലിനേക്കാൾ വെളുത്ത പാനീയമാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള സാധനമാണ്. അത് മഞ്ഞുകട്ടയില്ലേ, നല്ല തണുത്ത മഞ്ഞുകട്ട വെളുത്ത് കിടക്കും, അതിനേക്കാൾ വെളുത്തതാണ് സാധനം. തേനിനേക്കാൾ മധുരമുള്ളതാണ് സാധനം. നല്ല വെളുത്ത വെള്ളിയില്ലേ, അതിനേക്കാളും വെളുപ്പ് നിറത്തിൽ കാണാം അതിന്റെ വെള്ളം. മിസ്കിനേക്കാൾ കാണാം അതിന്റെ സുഗന്ധം. അതിന്റെ അടിയിലേക്ക് നോക്കിയാൽ മിസ്കാണ് വിരിച്ചിരിക്കുന്നത്, കസ്തൂരിയാണ്. അങ്ങനെ വലിയ നിറമുള്ള, തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള, മനോഹരമായ, ഹൃദ്യമായ, സംതൃപ്തമായ ഹൗദുൽ കൗസറിലെ പാനീയം. അത് കുടിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ സഹാബാക്കൾക്ക് ബേജാറ്. ചോദ്യം, പടച്ചോനെ നബി ഇത്രയും വലിയൊരു സാധനത്തിൽ ഞങ്ങളൊക്കെ ചെന്നാൽ കൈയോട്ട് വാരി കുടിച്ചേണ്ടി വരുമോ? മഹ്ശറയിലെ എല്ലാ ബേജാറ് പോലെ അതും അങ്ങനെ ആവുമോ? അങ്ങനെ ഉണ്ടല്ലോ, എല്ലാം ബേജാറാ. നാളത്തെ ഇവിടുത്തെ നോമ്പുറ പോലെ ഒക്കെ കൂടി ബേജാറായാൽ പറ്റുമോ? അള്ളാഹു റസൂലിനോട് ചോദിക്കുക. അബൂ ദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ആനിയത്തുൽ ഹൗദ്, ഹൗദുൽ കൗസറിൽ പാത്രം ഉണ്ടാവുമോ നബിയേ? പാത്രം തേക്കാൻ കഴിയോ? എത്ര മനുഷ്യന്മാര് വരും? അള്ളാഹു റസൂൽ പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന പടച്ചറപ്പാണ് സത്യം. ലആനിയതുഹു, ഹൗദുൽ കൗസറിൽ അല്ലാഹു നൽകുന്ന കപ്പ് മുഅ്മിനീങ്ങൾക്ക് കുടിക്കാൻ എന്റെ തൃക്കൈ കൊണ്ട് എടുത്തു കൊടുക്കണം. അതിനുവേണ്ടി അല്ലാഹു അവിടെ സംവിധാനിച്ചിരിക്കുന്നത് അക്സറു മിൻ അദദി നുജൂമിസ് സമാഇ വകവാകിബിഹാ ഫിൽ ലൈലത്തിൽ മുദ്ലിമ. ഇരുട്ടുള്ള രാത്രിയിൽ മാനത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ലക്ഷോപലക്ഷം നക്ഷത്രങ്ങളില്ലേ, ആ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ എണ്ണം ഹൗദുൽ കൗസറിൽ കുടിക്കാനുള്ളവർക്ക് കപ്പുണ്ടായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വകീസാനുഹു കനുജൂമിസ് സമാഇ, അത് കുടിക്കാനുള്ള കപ്പുകൾ നക്ഷത്ര സമാനമാണ്. മയ്യശ്റബു മിൻഹാ ഫലാ യദ്മഉ അബദാ ഹത്താ യദ്ഖുലൽ ജന്ന. സഹീഹുൽ ബുഖാരി, മുസ്ലിം. അതിൽ നിന്നൊരിച്ചിരി കുടിച്ചാൽ പിന്നെ ദാഹമല്ല. പക്ഷെ അവിടെ റസൂലുള്ളാഹി പറഞ്ഞു കേട്ടോ, ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ കിടക്കുന്നവരെ. സ്വർഗത്തിൽ കിടന്ന പിന്നെ ഇത് കാരണം എന്താ? പിന്നെ ദാഹമില്ലാത്ത ഒരവസ്ഥ ഹൗദുൽ കൗസർ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമെങ്കിൽ പിന്നെ സ്വർഗത്തിലെത്തുമ്പോൾ ദാഹം ഉണ്ടാവൂല. ദാഹം ഇല്ലാതിരിക്കുമ്പോൾ അവിടുത്തെ വെള്ളത്തിനൊന്നും ടേസ്റ്റ് ഉണ്ടാവൂല. അതുകൊണ്ട് അല്ലാഹു റസൂൽ അവിടെ തന്നെ കൊടുക്കുന്നു, ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ കിടക്കുന്നത് വരെ പിന്നെ ദാഹമല്ല. കാരണം ഈയുണ്ട് ബേജാറിന്റെ ഘട്ടങ്ങൾ. സിറാത്ത് പാലത്തിന്റെ മുമ്പിലൊക്കെ ഉള്ള ബേജാറിന്റെ സമയമുണ്ട്, കഴിഞ്ഞിട്ടൊന്നുമില്ല. നാളെ സംഗതി വയറ് കഴിയുന്നില്ല, മറ്റന്നാൾ കഴിയുമെന്ന് വിചാരിച്ചിട്ട് സംഗതി കഴിയോ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ദാഹം ഉണ്ടാവില്ല. വലആനിയതുഹു അക്സറു മിൻ അദദിൻ നുജൂമി, സഹീഹ് മുസ്ലിമിൽ കാണാം. കുടിച്ചാൽ പിന്നെ ദാഹമില്ല സ്വർഗത്തിൽ കടക്കുന്നത് വരെ. ഇത്രയും സംതൃപ്തിദായകമായ ഹൗദുൽ കൗസറിനെ എന്തിനു അല്ലാഹു തആല ഇങ്ങനെ കൊടുത്തു? ചിലപ്പം വഹാബികളൊക്കെ പറയൽ എന്താണെന്നറിയോ? എല്ലാം കൊടുക്കുമ്പോ അല്ലാഹു തആലക്ക് തന്നെ കൊടുത്താൽ പോരാ. അതൊന്നും എടോ, എനക്ക് റസൂലുള്ളാഹിനോട് ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ച് റസൂലുള്ളാഹിനോട് ഇല്ല. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, അവിടുന്ന് ഇങ്ങോട്ട് വരൂ ആഖിറത്തിലേക്ക്, അവിടത്തേക്ക് പൊരുത്തപ്പെടും വരെ, തൃപ്തിയാകും വരെ നാം തരും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഉമ്മത്തുകളെ പ്രത്യേകമായി ഒന്ന് സൽക്കരിക്കണമെന്ന് കാരുണ്യത്തിന്റെ കടലായ തിരുനബിക്ക് തോന്നിയാൽ അതിൽ അസ്വാഭാവികതയില്ല. ആ തോന്നുന്നതിനും അള്ളാഹു വഴങ്ങിക്കൊടുക്കുന്നതിനും കുഴപ്പമില്ല. അള്ളാഹു കൊടുത്തിരിക്കുന്നതാണ് ഇന്നാഅത്വൈനാക്കൽ കൗസർ. അതിന്റെ സ്വഭാവം പറയാം. ഈമാനുള്ളവരെ സന്തോഷിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ നിങ്ങളെ കാത്തിരിക്കും ഹൗദുൽ കൗസറിന്റെ നടുവിൽ. ഹൗദുൽ കൗസറിന്റെ സെന്ററിൽ പറ്റിയൊരു സ്ഥലത്ത് ഞാനിങ്ങനെ നിൽക്കും. അവിടുത്തെ ആ പുഞ്ചിരി തൂകുന്ന പൂമുഖം, ഒത്ത് മിനുക്കി വെച്ച താടി, ഒത്ത ശരീരം, എന്തൊരു ശരീരമാണ് സുബ്ഹാന. ചുമപ്പ് കലർന്ന വെളുപ്പ് നിറം, പ്രവിശാലമായ മാറിടം, ആ പുന്നാരവിയുടെ പൂമുഖത്തോടുകൂടിയുള്ള പുഞ്ചിരിയോടുകൂടി ഹൗദുൽ കൗസറിന്റെ സെന്ററിൽ അല്ലാഹു റസൂൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നബി പറയുക, വേറെ ആരെങ്കിലും ഒക്കെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് വയ്യും തെറ്റി വരുമ്പോ ഞാനിങ്ങനെ തട്ടും, ഇതൊക്കെയുള്ളതല്ല, അപ്പോഴല്ലേ നമുക്ക് ക്രെഡിറ്റ് കൂടുള്ളൂ. അങ്ങനെയല്ലേ? ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എല്ലാവരും കുടിച്ചോളി പറഞ്ഞാലോ? അത് ശരിയില്ല. അതേ സമയത്ത് അത് മുത്താലിമീങ്ങൾ മാത്രം ഇവിടെ ഒന്ന് കുടിച്ചോളി എന്ന് പറഞ്ഞാൽ അതിന് ബഹുമാനായി. മുത്താലിമീങ്ങൾ അല്ലാത്തവർ വരുമ്പോ അപ്പോഴാണ് അതിന് ബഹുമാനം. അല്ലാഹു റസൂൽ പറയുന്നു, സാധാരണ നിങ്ങൾ വെള്ളം കൊടുക്കുമ്പം കന്നുകാലികൾക്ക് കൊടുക്കുമ്പം
അവരവരുടെ വെള്ളം അവരവരുടെ കന്നുകാലികളല്ലാതെ മറ്റുള്ള കന്നുകാലികൾ വരുമ്പോ അതിനെങ്ങനെ തട്ടി മാറ്റൂലേ? അതുപോലെ മറ്റുള്ളവർ വരുമ്പോ ഞാനിങ്ങനെ തട്ടി മാറ്റും. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ റെഡിക്ക് നിന്നിട്ട് നിയന്ത്രിക്കും. ഇപ്പൊ സഹാബത്തിന്റെ സംശയം, യാ റസൂലല്ലാഹ് അതഅരിഫുനാ യൗമഇദിൻ, മറ്റൊരു റിവായത്ത് കൈഫ തഅരിഫു മൻ യഅതി ബഅദക, പിൽക്കാലത്ത് വരുന്ന മുഅ്മിനീങ്ങളൊക്കെ ഉണ്ടാവൂലേ നബിയെ? ഈ കാലത്ത് ജീവിക്കുന്ന സഹാബാക്കൾ മാത്രമല്ലല്ലോ അങ്ങടുത്ത ഉമ്മത്ത്. അതുകൊണ്ട് അവരെയൊക്കെ എങ്ങനെയാ പുന്നാര നബിക്ക് തിരിച്ചറിയാൻ സാധിക്കുക? അപ്പോഴല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അതെ, അതിനൊക്കെ അള്ളാഹു സംവിധാനം ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്റെ ഉമ്മത്തുകളെ ഖിയാമത്ത് നാൾ വരെ വരുന്നവരെ എനിക്ക് നേരിട്ട് പെട്ടെന്ന് തിരിച്ചറിയാം. എന്തുകൊണ്ടെന്നല്ലേ, ലക്കും സീമാ ലൈസത്ത് ലിഅഹദിൻ മിനൽ ഉമം, മറ്റൊരു സമുദായക്കാർക്കും അള്ളാഹു കൊടുക്കാത്ത ഒരടയാളം. തരിദൂന അലയ്യ ഖുർറൻ വഹജ്ലീൻ മിൻ ആസാരിൽ വുളൂ, എടുത്ത എന്റെ ഉമ്മത്തുകളിലെ മുഅ്മിനീങ്ങൾക്ക് അതിന്റെ ഒരു പ്രതീകാത്മകമായ അടയാളം, അവരുടെ മുഖത്തിനൊരു പ്രത്യേകമായ കഥ, ഒരു പ്രോജ്വലമായ തുടിപ്പ്, അവരുടെ കൈകൾക്കും മുഖത്തിനും ഒരെന്തമില്ലാത്ത വെളിച്ചം. കറുത്തു കിടക്കുന്ന മൃഗങ്ങൾക്കിടയിൽ മുഖവും കൈയും മാത്രം വെളുത്ത ആടുകളെ എത്ര പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും? അതുപോലെ എന്റെ ഉമ്മത്തുകളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ത്വാഹ റസൂലുള്ളാഹി പുന്നാര നബി പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവ്വലുന്നാസി വുറൂദൻ അലൈഹി, ആദ്യമായി അത് കുടിക്കാൻ എത്തുന്നവരാരാന്നറിയോ? അതുവരെ നബി പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് അവിടെ എത്തിപ്പെടുന്നവരാരാ? ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിൽപ്പെട്ട പാവപ്പെട്ട സഹാബാക്കളുണ്ടല്ലോ, ദീൻ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ബദർ യുദ്ധം രചിച്ച ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും. ഇൻഷാ അല്ലാഹ് നാളെ ബദരീങ്ങളുടെ രാവാണ്, മറ്റന്നാൾ ബദർ യുദ്ധത്തിന്റെ ദിവസമാണ്. ഈ ദിവസങ്ങളിൽ അല്ലാഹു നമ്മളെ ഈ വഅദിൽ ഒരുമിപ്പിച്ചത് അവർക്ക് കുറച്ച് സിന്ദാബാദ് വിളിക്കാനുള്ള യോഗം കിട്ടാനാ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം ആ കാര്യങ്ങൾ, കുറച്ച് മറ്റന്നാളും പറയാം. എല്ലാ ബറക്കത്തും കൂടി യോജിക്കുന്ന സദസ്സ് അല്ലാഹു തആല നമുക്ക് ആഖിറത്തിൽ ഇത് വലിയ പെരുത്ത അമലായി കാണിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് ആദ്യമായി എത്തി കുടിക്കുന്നവർ ഫുഖറാഉൽ മുഹാജിരീൻ, ഈമാനിലേക്ക് വന്ന പാവപ്പെട്ട മുഹാജിറുകളിലെ സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ഹബ്ബാബ്, സയ്യിദുനാ ഹുബൈബ്, സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, സയ്യിദുനാ തൽഹ, സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. എത്രയുണ്ട് ആ പരമ്പരയിലെ നക്ഷത്രങ്ങൾ. അസ്ഹാബി കന്നജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരുടെ വഴിയിലേക്ക് അല്ലാഹു നമ്മളെ കൂട്ടിത്തരട്ടെ. അവരാണ് അവർ. അപ്പോഴേക്കും ഉമറുൽ ഫാറൂഖ് എണീറ്റ് നിന്നിട്ടൊരു ചോദ്യം ചോദിക്കണതേ, ബേജാറുള്ള വിഷയ, ഞാൻ വിടോ ചോദിക്കണ്ടേ? ഉമറുൽ ഫാറൂഖ് ചോദിക്കുന്നു, വമൻ ഹും യാ റസൂലല്ലാഹ്, മുഹാജിറുകളിൽപ്പെട്ട സാധുക്കൾ എന്ന് പറഞ്ഞാൽ അവരാരൊക്കെയാണ് നബിയെ? അപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം കുറച്ചൊന്നും അങ്ങോട്ട് മാറ്റി. അങ്ങനെ മനസ്സിലാക്കണ്ട, അങ്ങനെ വേണ്ട. അല്ലാഹു റസൂൽ പറഞ്ഞു, ഹുമുശ്ശഅ്റുഊസൻ അദ്നസു സിയാബൻ അല്ലദീന ലാ യൻകിഹൂനൽ മുതനഇമാസ് വലാ തുഫ്തഹു ലഹും അബ്വാബുസ് സുദദ്. ഉമറേ, അവര് സാധുക്കളാണ്. ദുനിയാവിൽ കാണാനൊന്നും അത്ര പ്രൗഢിയും പ്രതാപവും കാണിക്കാത്ത സാധുക്കൾ. മുടിയൊക്കെ ചടകുത്തി, വസ്ത്രങ്ങളിലൊക്കെ അഴുക്ക് പരണ്ട് സാധുക്കളായി ജീവിക്കുന്ന ആൾക്കാർ. അവർ ഭൗതികമായ ആഡംബരത്തിന്റെ പിന്നാലെ പോവുകയില്ല. ആഡംബരത്തിൽ അലങ്കരിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ മാത്രമേ ഞാൻ കൊണ്ടു നടക്കൂ എന്ന് പറഞ്ഞ് ഔറത്ത് തുറന്നു കാട്ടിയിട്ടുള്ള പെണ്ണുങ്ങളെ കൂടെ കൊണ്ട് നടക്കാത്തവരാണ്. ലാ യൻകിഹൂനൽ മുതനഇമാസ്, പെണ്ണുങ്ങളെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഹൗദുൽ കൗസർ നിങ്ങൾ നിഷേധിക്കരുത്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്, പൗറും പത്രാസും കാണിച്ച് ഔറത്തിനെ മുഴുവൻ പുറത്ത് കാണിച്ച് അശ്ലീലത്തിന്റെ സൗന്ദര്യത്തിന്റെ പ്രദർശനത്തിന്റെ വക്താക്കൾ ഈമാനുള്ള പെണ്ണുങ്ങളാവോ? ഒരിക്കലും ആകാൻ പാടില്ല. ലാ യൻകിഹൂനൽ മുതനഇമാത്ത്, ആഡംബരത്തിൽ നടക്കുന്ന, അതിനുവേണ്ടി സ്ഥാനം കൊടുക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്നവരല്ല അവര്. വലാ തുഫ്തഹു ലഹും അബ്വാബുസ് സുദദ്, ഭൗതികമായ വലിയ വലിയ വാതിലുകളൊന്നും അവർക്ക് തുറന്നു കൊടുക്കൂല. കണ്ടാല് സാധുക്കളാ. അങ്ങനെയുള്ള കുറച്ച് സാധുക്കൾക്കാണ് ആദ്യം ഞാൻ ആ വെള്ളം കൊടുക്കുക എന്ന് ഖാല റസൂലുള്ളാഹി. സഹീഹുൽ ബുഖാരിയിൽ കാണാം. അവിടുന്ന് മദീനത്തെ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, ഹൗദിന്റെ അടുത്ത് ഞാൻ എവിടെയാണ് നിൽക്കുക എന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ കാണുന്നു എന്ന് ത്വാഹ റസൂലുള്ളാഹി. ഹയാത്ത് കാലത്ത് തന്നെ മഹ്ശറിലെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് എവിടെയാണ് റസൂലുള്ള നിൽക്കുക എന്ന ആ പൊസിഷൻ പുന്നാര നബി ജീവിതത്തിൽ തന്നെ കാണുകയാണ്. പുന്നാര റസൂലുള്ളാഹി തങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ചു തരുന്നു, കേൾക്കണം നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനോട് അടുത്ത ദിവസം അവിടുന്ന് ഒരിക്കൽ
മുഅ്മിനീങ്ങൾ ജന്നത്തുൽ ബഖീഇലേക്ക് പോകുന്നു, ഖബർസ്ഥാനിലേക്ക്. അവിടുത്തെ സഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറയിലേക്ക് പോകുന്നു. വഫാത്തിന്റെ തൊട്ടു മുമ്പ് ഒരു സിയാറത്ത് ചെയ്തിട്ടാണ് പുന്നാര നബി ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അവിടെ ചെന്നുകൊണ്ട് അവർക്ക് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. സലാമൊക്കെ പറഞ്ഞിട്ട് മഖ്ബറയിലെ സഹാബാക്കളോട് ഡയലോഗ് അടിച്ചു. ഹദീസ് കാണാ, കുറെ സംസാരിച്ചു അവരോട്. ഖബറിൽ കിടക്കുന്ന ആളുകളോട് എത്ര നേരം സംസാരിച്ചു റസൂലുള്ളാഹ്. സഹാബ ഖദ ഖബലത്തിൽ ഫിതനു ഖബതഇൽ ലൈലിൽ മുദ്ലം എന്ന് തുടങ്ങി ദീർഘമായ സംസാരം. കുറെ അങ്ങോട്ട് കഴിഞ്ഞു. സഹാബാക്കളുണ്ട് കൂടെ, നബിയുടെ കുറെ സുഹൃത്തുക്കളുണ്ട്. അതല്ല, ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രസംഗം പള്ളിയിൽ പോയിട്ടാണെന്ന് ഒരു റിവായത്തിലുണ്ട്. എന്താണ് പറയുന്നത്? വദിത്തു അന്നീ ലൗ റഅയ്തു ഇഖ്വാനി. ഉമ്മത്ത് മുഹമ്മദ് കരഞ്ഞു പോകുന്ന രംഗ. അല്ലാഹുവിന്റെ റസൂലിന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. പുന്നാരനബി വഫാത്തിന്റെ തൊട്ട് മുമ്പ് തീരാത്ത ഒരു മോഹമുണ്ട് അവിടത്തേക്ക്. ഏതാണ് തീരാത്ത മോഹം? വദിത്തു ലൗ അന്നീ ലൗ റഅയ്തു ഇഖ്വാനി. എനിക്ക് എന്റെ സഹോദരന്മാരെ കാണാൻ പൂതിയാകുന്നു. എനിക്ക് എന്റെ സഹോദരന്മാരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, അവരെ കാണാൻ എനിക്ക് പൂതിയാകുന്നു. അപ്പോഴേക്കും സഹാബാക്കൾ നിമിത്തങ്ങളെ കരയുന്നത് സഹിക്കാൻ അവർക്ക് കഴിയില്ല. എനിക്ക് എന്റെ സഹോദരന്മാരെ കാണാൻ പൂതിയാകുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങിയപ്പോ സഹാബാക്കൾ ചോദിച്ചു, അവരനായ സുബ്ഹാനക യാ റസൂലല്ലാഹ്, എന്താണ് അവിടുന്ന് പറഞ്ഞ് കരയുന്നത് നബിയെ? ഞങ്ങളൊക്കെ അവിടുത്തെ സഹോദരന്മാരല്ലേ, ഞങ്ങളെ അവിടുന്ന് എപ്പോഴും കാണുന്നില്ലേ, പിന്നെ കാണാൻ പൂതിയാകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് കരയുന്നത്? അപ്പോഴാണ് കാരുണക്കരനായ അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന ഈ സദസ്സിലിരിക്കുന്ന ഉമ്മത്തുകളെ, നമ്മളെ കാണാൻ പൂതിയായിട്ട് പൊട്ടിക്കരഞ്ഞ താഹാ റസൂലുള്ളാഹി അവിടുന്ന് പറയുന്നു, ബല്ലൻതും സ്വഹാബി, നിങ്ങൾ എന്റെ സഹാബാക്കളാണ്, നിങ്ങൾ എന്റെ സഹാബാക്കളാണ്. എന്റെ സഹോദരന്മാരെന്നിട്ട് അത് നിങ്ങൾക്കുള്ളതല്ല. എന്റെ സഹോദരന്മാരെന്ന് പറയുന്നത് ആരാന്നറിയോ? എന്റെ സഹോദരന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തിലുണ്ട്. അവരിതുവരെ വന്നവരല്ല, ഇനി അവസാന കാലത്ത് എന്റെ കാലശേഷം വരാനുള്ളവരാണെന്ന് ഖാല റസൂലുള്ളാഹി. അവരെ കാണാൻ എനിക്ക് പൂതിയാകുന്നു, അവരെ കാണാൻ എനിക്ക് ആഗ്രഹമാകുന്നു. അവരുടെ ഒരടയാളം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നമുക്കുണ്ടോന്ന് ആലോചിച്ചോളി. എന്താണെന്നറിയോ? അക്കൂട്ടത്തിൽപ്പെട്ട എന്റെ സഹോദരന്മാരെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന അവരുടെ സ്വഭാവം എന്താണെന്നറിയോ? അവരുടെ മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കും, അവരുടെ പണവും പറമ്പും മുതലും കുടുംബവും മുഴുവൻ കൊടുത്താലും എന്നെ ഒന്ന് കണ്ടുകിട്ടിയാൽ തിരക്കടില്ലായിരുന്നു എന്ന് ആശിക്കുന്നവരാണ് എന്റെ സഹോദരന്മാരെന്ന് ഖാല റസൂലുള്ളാഹി. ഈ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ നമുക്ക് ആർക്കാ അങ്ങനെ ഇല്ലാത്തത്? ഉള്ള സമ്പാദ്യം മുഴുവൻ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായാൽ അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് കേട്ടാൽ നമ്മൾ കൊടുക്കാൻ തയ്യാറല്ലേ? തീർച്ചയായും കൊടുക്കാൻ തയ്യാറാണ്. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മഹബത്ത് ഉള്ളിന്റെ ഉള്ളിൽ കത്തി എരിയുന്ന മുഅ്മിനീങ്ങൾ ആ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തട്ടെ. പുന്നാര നബിത്തങ്ങൾ പറയുകയാണ്, അവരെ കാണാൻ എനിക്ക് പൂതിയാകുന്നു, ഞാൻ അവരെ കാണാതെ പിരിഞ്ഞു പോകുന്നെങ്കിലും പക്ഷേ എനിക്ക് സമാധാനമുള്ളത് എന്താണെന്നറിയുമോ? ഹൗദുൽ കൗസറിന്റെ തിരുമുറ്റത്ത് വെച്ച് ഞാൻ അവരെ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ. ഇന്നനാ നർജു ഇലാ കർസി ഹൗദിക ലില്ലാതശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. എല്ലാവരും കൂടെ ചെല്ല്. അല്ലാഹു തആല സദസ്സിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. ഇന്നനാ നർജു ഇലാ കർസി ഹൗദിക ലില്ലാതശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. പുന്നാര നബിയെ, ആ മഹത്തായ സദസ്സിൽ ഹൗളിന്റെ മുമ്പിൽ നിങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് ഞങ്ങളെ കൂട്ടാനുള്ള അവസ്ഥ ഉണ്ടാകണം. അല്ലാഹു നമ്മളെ അങ്ങോട്ട് എത്തിക്കുമാറാകട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കാലശേഷം ജീവിച്ച കുറെ മനുഷ്യന്മാര് പേര് മുസ്ലിമിന്റെ പേരാണ്, നടപ്പ് ഇസ്ലാമിന്റെ നടപ്പാണ്, കയ്യില് ഖുർആൻ എന്ന വേദമാണ്, നാവിൽ പ്രസംഗം ഇസ്ലാമിന്റെ പ്രസംഗമാണ്. പക്ഷേ
പക്ഷേ ഹൗദുൽ കൗസറിന്റെ അടുത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന ദൗർഭാഗ്യവന്മാരായ കുറച്ചാളുകളും നാളെ പരലോകത്ത് വെച്ച് വെള്ളം കുടിക്കാതെ വഷളായി പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ സ്വഭാവക്കാരിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ, നമ്മുടെ കുടുംബക്കാരെ കാക്കട്ടെ, നമ്മുടെ സ്നേഹിതന്മാരെ കാക്കട്ടെ. ആരാണെന്നറിയുമോ? സഹീഹുൽ ബുഖാരി മുസ്ലിമിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നീ ഫറത്തുക്കും അലൽ ഹൗദുൽ കൗസറിന്റെ പാനീയം കൊടുക്കാനായി ഞാൻ അതിന്റെ നടുവിൽ കപ്പ് കൊടുത്തു 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 ഓരോ മുഅ്മിനീങ്ങൾക്കും ഞാൻ ഇങ്ങനെ കൈമാറുന്ന സമയത്ത് വലയരിതന്ന അലയ്യാഖ്വാമുൻ, ഒരു കൂട്ടം മുസ്ലിം നാമധാരികൾ ഇസ്ലാമിന്റെ പേര് വെച്ച് നടന്ന ആൾക്കാരാണ്. അവരെന്റെ ഹൗദിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് നടന്നു വരും. ആരിഫുഹും, അവരെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവർ മുസ്ലിമീങ്ങളാണ് എന്ന് മനസ്സിലായി. ലക്ഷണമൊന്നും തിരക്കില്ല. അതേ കയ്യും കാലും മുഖവും വെളുത്തുകൊണ്ട് വരുന്നു പറഞ്ഞില്ലേ, കൈകാൽ മുഖങ്ങൾ വെളുത്തവർ, ആ ലക്ഷണമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ വയാരിഫൂനനി, അവർക്ക് എന്നെയും മനസ്സിലായി. ഇതാണ് ഹൗദുൽ കൗസർ എന്നും ഇത് കിട്ടിയാൽ തിരക്കടില്ലാന്നും ഇതാണ് മുഹമ്മദ് നബി എന്നും ഒക്കെ വിചാരിച്ചിട്ട് അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നു. എനിക്ക് അവരെയും, അതാ സങ്കടം, അതാ സങ്കടം. എനിക്ക് അവരെയും മനസ്സിലായി, അവർക്ക് എന്നെയും മനസ്സിലായി. അവര് ഹൗദിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് അടുത്തടുത്തേക്ക് വരുന്നു. അടുത്തെത്താ നേരത്തതാ സുമ്മയുഹാരു ബൈനീ വബൈനഹും, അവരിങ്ങോട്ട് അടുക്കാൻ ശ്രമിക്കുന്നു. എത്ര വലിയ ഹൗലാണെങ്കിലും പെരും തിരക്കുള്ള സമയല്ലേ, ആ പെരും തിരക്കുള്ള ഹൗദിലേക്ക് അവരിങ്ങോട്ട് അടുക്കാനുള്ള ശ്രമം നടക്കുന്ന സമയത്ത് പെട്ടെന്നതാ അവരെ കാണുവാനില്ല. അവരിങ്ങോട്ട് അടുക്കുമ്പോഴേക്ക് അങ്ങോട്ട് വലിക്കപ്പെടുന്നു. അവരിങ്ങോട്ട് അടുക്കാൻ കഴിയാതെ പെട്ടെന്ന് കാണാതെയായി പോകുന്നു, തിരക്കിൽപ്പെട്ട് മുങ്ങിപ്പോകുന്നു. ഞാൻ ആകെ വിഷമിച്ചുകൊണ്ട് പറയും, ഇന്നഹും ഉമ്മത്തി, ഇന്നഹും ഉമ്മത്തി, പ്രൊട്ടക്ഷൻ നൽകുന്ന കാവൽക്കാരായ മലക്കുകളെ വിട്ടുകൊടുക്കൂ, അവരിങ്ങോട്ട് വരട്ടെ, അവരെന്റെ ഉമ്മത്തുകളാണ്, എന്റെ ഉമ്മത്തുകളാണ്, എന്റെ ഉമ്മത്തുകളാണെന്ന് ഞാൻ പറഞ്ഞു നോക്കും. പിന്നെ ഞാൻ അവരോട് തന്നെ പറയും, അലാഹലുമ്മ, അലാഹലുമ്മ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ എന്ന് ഞാൻ പറയും. പെട്ടെന്നതാ മറുപടി, പാടില്ല പുന്നാര നബിയെ, പാടില്ല. ഇന്നകലാത്തതിരി മാ അഹ്ദസൂ ബഅദക യാ റസൂലല്ലാഹ്, ഇവരാരാണെന്നറിയുമോ നബിയെ? പേരുകൊണ്ട് മുസ്ലിമീങ്ങളാണ്, നിസ്കാരം നടത്തിയവരാണ്, നോമ്പിന്റെ ആൾക്കാരാണ്. പക്ഷേ തങ്ങളുടെ കാലശേഷം ബിദ്അത്തുകൾ നടപ്പിലാക്കി അള്ളാഹുവിന്റെ ദീനിനെ ആകെ കോലം മറിച്ച് അതിലാകമാനം പരിഷ്കാരം കൂട്ടിച്ചേർത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനം നടത്തിയ അവിടുത്തെ ശേഷം ഇറങ്ങിയ പുത്തൻ പ്രസ്ഥാനക്കാരാണ് നബിയെ, പുതിയ പാർട്ടിക്കാരാണ് നബിയെ. അതുകൊണ്ട് അടുത്തേക്ക് വരുന്നത് ചിന്തിച്ചിട്ട് വേണം. അപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂലിന് സംഗതി പിടികിട്ടി. അവരുടെ ആ ഏറ്റവും വലിയ ചീത്ത സ്വഭാവത്തെ പറ്റി അങ്ങോട്ട് കേട്ടപ്പോഴേക്ക് സുഹൃക്കൻ സുഹൃക്കാ, സുഹൃക്കൻ സുഹൃക്കാ, ഗോ ബാക്ക്, ഗോ ബാക്ക്, പോടാ പോടാ, നിങ്ങൾക്ക് എന്റെ വെള്ളം തരൂല്ല. ദീനുൽ ഇസ്ലാമിൽ പുത്തനാശയങ്ങൾ കടത്തുകൂട്ടിയിട്ട് എന്റെ കാലശേഷം ദീനിനെ നിങ്ങൾക്കൊത്ത് വ്യാഖ്യാനിച്ച് വെടക്കാക്കിയവരെ, സുഹൃക്കൻ സുഹൃക്കാ ലിമൻ ഗയ്യറ ബഅദീ, എന്റെ കാലശേഷം ദീനുൽ ഇസ്ലാമിനെ സ്വന്തം വ്യാഖ്യാനിച്ച് കുട്ടിച്ചോറാക്കിയ ആൾക്കാർ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂലിനെ ചെറുതാക്കി കാണുക, പുന്നാരവിത്തങ്ങൾ പറഞ്ഞതിൽ നിന്ന് എല്ലാറ്റിനെയും വെടക്കാക്കുക, അങ്ങനെ വിരാട്ടിന്റെ അഹ്ലുകാരുടെ സ്വഭാവങ്ങൾ നമുക്കറിയാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പുന്നാരനബിയുടെ ഹൗദുൽ കൗസറിന്റെ തൊട്ടടുത്തെത്തിയിട്ട് മാറ്റി ഓടിക്കപ്പെടേണ്ട ഗതികേട് വന്നാൽ അവനെക്കാളും പരാജിതരാരാണ്? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗദിലേക്ക് മോമിനീങ്ങൾ എല്ലാവരും എത്തിപ്പെടണം. നേരത്തെ പറഞ്ഞു, അത് മറന്നു പോകാൻ പറ്റൂല, അവർ ബർക്കത്താ, മറന്നു പോകാൻ എടുത്തിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗദിന്റെ വലിപ്പം അത് ചെറുതല്ലെന്ന് മാത്രം ഞാൻ പറഞ്ഞു വെച്ചു. പുന്നാരനബി പറയുകയാണ്, ഹൗളി മസീറത്തു ശഹർ വസവായാ, ഒരു മാസം ചുറ്റളവിൽ നടക്കാൻ മാത്രം വലിപ്പമുള്ള ചതുരശ്ര വലിപ്പം. ഒരു സൈഡിൽ ഒരു മാസം നടക്കുക, ഒരു മാസത്തെ വഴിദൂരം എത്ര കിലോമീറ്റർ കണക്കൂട്ടിക്കോ? ചതുരശ്ര വലിപ്പത്തിൽ ഒരു മാസത്തെ വഴിദൂരം ബുഖാരി മുസ്ലിമിൽ കാണാം. ഇല്ല, അത് മനസ്സിലാകുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ പറയാം.
സഹീഹ് മുസ്ലിം, ഇന്ന ഹൗളി അബ്അദു മിൻ ഐല ഇലാ അദൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇസ്രായേൽ തുറമുഖമായ ഐലത്ത് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, അവിടം മുതൽ ഏഡൻ വരെ വലിപ്പമുള്ള ഏറ്റവും പ്രവിശാലമാണ് എന്റെ ഹൗൾ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വേറെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് മിനൽ മദീനത്തി ഇലാ സൻആ, മദീനയിൽ നിന്ന് യമനിന്റെ തലസ്ഥാനമായ സൻആ വരെയുള്ള ദൈർഘ്യം എന്റെ ഹൗളിനുണ്ടായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇക്കണ്ട മുഅ്മിനീങ്ങൾക്കൊക്കെ കൂടെ ചെന്നിട്ട് സ്വസ്ഥമായൊന്ന് വെള്ളം കുടിക്കാനും കിട്ടാനും സൗകര്യപ്പെടണമെങ്കിൽ അത്രയും വലിപ്പം വേണം. അങ്ങനെ തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെള്ള നിറമുള്ള വളരെ പ്രവിശാലമായ ഹൗള് മുഅ്മിനീങ്ങളായ സുന്നിയാക്കൾക്ക് റസൂലുള്ളാഹിന്റെ ദീനിനെ അതുപോലെ നിലനിർത്തിയ മുഅ്മിനീങ്ങൾക്കേ കിട്ടുകയുള്ളൂ. അത് നിലനിർത്താനാ നമ്മൾ പാടുപെടുന്നത്. അതിനുവേണ്ടി ഒന്ന് പാട്ടുപാടി മങ്കൂസ് മൗലിദ് ഓതിപ്പോയാൽ ശിർക്കും കുഫ്റും എന്ന് പറഞ്ഞവൻ അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് സുഹഖൻ സുഹഖാ എടാ പോ പുറത്തേക്ക് എന്ന ദുർഗതി അനുഭവിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി ഒരഭിപ്രായത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തുകൾ ഈ ക്രെഡിറ്റോടുകൂടെ ദാഹജലം കുടിച്ച് സന്തോഷിക്കുമ്പോ മറ്റു മുഅ്മിനീങ്ങൾക്കും കിട്ടണമല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം അവർക്കൊക്കെ കിട്ടണ്ടേ? അവരുടെ അനുയായികൾക്കും വേണമല്ലോ. എന്നാൽ ഈ ഹദീസ് കൊണ്ട് മനസ്സിലാവുന്നത് ഒരു ചെറിയ കൈത്തോട് റസൂലുള്ളാഹിന്റെ ഹൗളിന്ന് ചെറിയൊരു ശാഖ അവരുടെ ആവശ്യത്തിന് മാത്രം മതിയല്ലോ, അത് അവർക്കും ഉണ്ടാവും. ഹദീസിലുണ്ട് അത്. പക്ഷെ കൂടുതൽ ഹദീസുകളിൽ ഇല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് സഹീഹാണ് എന്ന് മഹാന്മാര് നിരൂപണം നടത്തിയിട്ടുണ്ട്. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിലാണ് അത് കാണുന്നത്. ഇന്ന ലികുല്ലി നബിയ്യിൻ ഹൗള, എല്ലാ നബിമാർക്കും ഹൗളുണ്ട്. വഇന്നഹും യതബാഹൗന അയ്യുഹും അക്സറു വാരിദാ, ഓരോ നബിമാരും ആർക്കാ കൂടുതൽ വരവ്, കൂടുതൽ ആളുകൾ ആരുടെ ഹൗദിൽ നിന്ന് ആരുടെ കപ്പ കുടിക്കുന്നത്, ആരുടെ ഹൗദിലേക്കാ കൂടുതൽ വിശ്വാസികൾ വരുന്നത് എന്നിങ്ങനെ നോക്കിയിട്ട് അതിൽ അഭിമാനം പറയുമെന്ന് ഖാല റസൂലുള്ളാഹി. ഈസാ നബി പറയും, ഇബ്രാഹിം നബിയുടെ മുമ്പിൽ നിങ്ങളെക്കാളും എന്റേതാ, അല്ലെങ്കിൽ ഈസാ നബി അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും, എനിക്കാ കൂടുതൽ ആളുകൾ. ഇങ്ങനെ ഓരോ അമ്പിയാക്കന്മാരും ഞങ്ങൾക്കാണ് കൂടുതൽ വോട്ട്, കൂടുതൽ മുഅ്മിനീങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞ് അഭിമാനം പറയുമെന്നും അവർ ഓരോരുത്തർക്കും ഓരോ ഹൗദുണ്ടെന്നും അത് റസൂലുള്ളാഹി തങ്ങളുടെ ഹൗദിൽ നിന്ന് തന്നെ ചാർത്തി കൊടുക്കുന്ന ഒരു ശാഖയാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുറേ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുന്ന അമ്പിയാ മുർസലീങ്ങളുണ്ട്. അവരിങ്ങനെ നേതാക്കന്മാരായി ആയിരക്കണക്കിന് അനുയായികൾ ഉണ്ടാകും. 100 ആളുകളൊക്കെ ഉള്ള സംഘം അവരേ ഉള്ളൂ. ഒരു നബിക്ക് കിട്ടിയ ദുനിയാവിലെ വോട്ടാണ്. 10 താഴെയുള്ള ആളുകൾ മാത്രം. ഒരു നബി കപ്പുമൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പൊ ഇത് കേട്ടപ്പോ ഏതൊരു സാധു പറഞ്ഞത്, അവിടെ കുടിക്കാൻ നല്ല സുഖം ഉണ്ടാവും, തിരക്കുണ്ടാവൂല. സംഗതി അത് തെറ്റൊന്നുമല്ല. കാരണം ഒരു നബി ജീവിച്ചിട്ട് പ്രബോധനം നടത്തിയിട്ട് 10 കുറച്ചാളെ കൂടിയിട്ടുള്ളെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സുഖം വേണ്ടേ? പക്ഷെ ഒരു കാര്യമുണ്ട്, അത് സുഖമല്ല കേട്ടോ. സുഖാണോ? അല്ല. കാരണം എന്താ? എന്റെ ആൾക്കാരാണല്ലോ പഠിച്ചവനത്. ഇപ്പൊ നോക്കുങ്ങൾ റമദാൻ മാസത്തിൽ പാതിരിക്ക് 11 മണിക്ക് തുടങ്ങുന്ന ഈ വഴലില് നിറച്ച ആൾക്കാരെങ്ങനെ കാണുമ്പോ എല്ലാവർക്കും തോന്നുന്നു അൽഹംദുലില്ലാഹ് ഇതൊക്കെ നമ്മളെ ആൾക്കാർ, ദീനിന്റെ ആൾക്കാർ. ഇൻഷാ അല്ലാഹ് ആള് കുറച്ചായാലോ നല്ല സുഖ കസേരമേൽ ഇങ്ങനെ കാലും വെച്ച് കൊടുക്കും. അതാരും പറയില്ല. ആള് കൂടുന്തോറും അഭിമാനം കൂടല. ഏത് കാര്യത്തിനും അങ്ങനെ തന്നെയാ. എങ്കിൽ ഓരോ അമ്പിയാക്കന്മാർക്കും ആളുകൾ കൂടുതൽ 100 ഉള്ളത്, 1000 ഉള്ളത്, 10 ഉള്ളത്. ഒരു നബിക്ക് ആകെ കിട്ടുന്നത് 2 ആളുകളെയാണ്. അവരിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ 2. ഒരാൾ, ഒറ്റയാൾ. ഒരു നബിക്ക് ഒരു ഉമ്മത്തിനെ കിട്ടുന്നത്. ആരെയും കിട്ടാത്ത നബിമാരുമുണ്ട്. അവര് നബിമാരാണ്, റസൂലല്ല. നബിമാര് അവര് ഈമാനോട് കൂടെ ജീവിച്ചു, അവരങ്ങ് മരിച്ചും പോയി. അവർക്ക് അനുയായികളെ കിട്ടിയിട്ടുണ്ടാവുകയില്ല. ഇങ്ങനെ റസൂലുള്ളാഹി പറയുകയാണ്, ഞാനോ നാളെ അന്ത്യലോകത്ത് പരലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളെ കൊണ്ട് അഭിമാനിക്കുന്നവൻ ഞാനായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. മറ്റൊരു റിവായത്ത് ഏറ്റവും കൂടുതൽ അനുയായികളെ സ്വീകരിക്കുന്നവൻ ഞാനാകണമെന്ന് ഞാൻ മോഹിക്കുന്നു എന്ന് ഖാല റസൂലുള്ളാഹി. മറ്റൊരു റിവായത്തിൽ കാണാം, ആ സമയത്ത് എന്റെ ഹൗദിലേക്ക് വരുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തെ കുറക്കാൻ ഉത്തം പ്രസ്ഥാനക്കാരായിട്ട് നിങ്ങൾ എന്റെ മുഖം കറുപ്പിക്കല്ല. അവിടെ എണ്ണം കുറയുമ്പോൾ റസൂലുള്ളാഹിന്റെ അഭിമാനം കുറയുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എണ്ണം കുറയുന്ന പണി എടുക്കല്ല മുഅ്മിനീങ്ങളെ, എണ്ണം കുറക്കുന്ന പണി നിങ്ങൾ എടുക്കല്ല മുഅ്മിനീങ്ങളെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെ ഹൗദുൽ കൗസർ എന്ന മഹത്തായ സന്തോഷവുമായി മുഅ്മിനീങ്ങൾ ദാഹമൊക്കെ ഒന്ന് തീർത്ത് പരിഭ്രമമൊക്കെ ഒന്ന് മാറ്റി ഇനി സ്വർഗത്തിലേക്ക് പോകാം. അള്ളാഹു ആ കൂട്ടത്തിലേക്ക് നമ്മളെ പെടുത്തി തരട്ടെ. ചമ്മാടികളെയും ദുഃഖവാളികളെയും
കുറ്റവാളികളെയും കുറ്റവാളികളെയും പിടിച്ച് നരകത്തിലേക്ക് തള്ളുന്ന സമയവുമാകണം. ആ സമയത്തിന്റെ മുമ്പിലുണ്ടാകുന്ന ഇനി ഒരു വലിയ കടമ്പയും കൂടിയുണ്ട്, സിറാത്ത് എന്ന പാലം. അതൊരു വലിയ സംഭവമാണ്. ഞാൻ ആ ഭാഗം ഇന്ന് നീട്ടി പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് നാളെ പറയാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാനതിന്റെ തുടക്കം പറയാൻ ഞാൻ നാളെ വിഷയം ഏർപ്പാടാവുകയില്ല. അതുകൊണ്ട് പറയട്ടെ, സഹീഹുൽ ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളിൽ അതിന്റെ ഭാഗം വന്നിട്ടുണ്ട്. ഇമാം ബൈഹഖി ഇബ്നു ജരീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ച ഭാഗമുണ്ട്. അതുപോലെ പലരുടെ ഹദീസുകളെയും കൂടി കൂട്ടി ഒപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹൗദുൽ കൗസറിന്റെ ഒരു ഭാഗം അങ്ങനെ, ഹിസാബിന്റെ ഒരു ഭാഗം, എല്ലാം യജ്മഉല്ലാഹു നാസ യൗമൽ ഖിയാമ. കേട്ടോ, ശ്വാസം അടക്കി പിടിച്ച് കേൾക്കേണ്ട രംഗ. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു സമയം, ഒരു കൽപ്പന വന്നിട്ട് കാര്യമുണ്ടോ? പോകാൻ കഴിയണ്ടേ? പോകാനുള്ളവർക്കുള്ള ഒരു ഒരുക്കം കൂട്ടുന്ന രംഗം അല്ലാഹു റസൂൽ പറയുന്നു. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല എല്ലാ മനുഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടി. അങ്ങനെ സംഭവങ്ങളും വിചാരണകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോഴതാ ഒരു വിളിയാറും, യാ അയ്യുഹന്നാസ്. ഈ രീതികളൊക്കെ എന്തെങ്കിലും ആക്കാനുള്ള തീരുമാന. ഓ മനുഷ്യ സമൂഹമേ, അലം തർളൂ മിൻ റബ്ബിക്കും അല്ലദീ ഖലഖക്കും വറസഖക്കും അൻ യുവാലിയ കുല്ല ഇൻസാനിൻ മിൻകും മൻ കാന യതവല്ലാ ഫിദ്ദുനിയ. ഞാൻ ഒരു തീരുമാനം പ്രഖ്യാപിക്കുക. അല്ലാഹുവിന്റെ കൽപ്പന. ഭൂമി ലോകത്ത് വെച്ച് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ രക്ഷകന്മാരായി കണ്ടിരുന്ന ദൈവങ്ങൾ, നിങ്ങളുടെ ദൈവങ്ങളായി നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന ഈശ്വരന്മാർ, ഭഗവാന്മാർ, നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്ന ദൈവങ്ങളുടെ അടുത്തേക്ക് നിങ്ങളൊക്കെ മാറി നിൽക്കണം. ഞാൻ അങ്ങനെ ഒരു തീരുമാനം പറയാൻ പോവുകയാണ്. നിങ്ങൾക്കത് ഇഷ്ടമാവുകയില്ലേ? ദുനിയാവിൽ നിങ്ങളോട് പറഞ്ഞൊന്നും നിങ്ങൾ അനുസരിച്ചില്ലല്ലോ. നിങ്ങൾ ഇഷ്ടം പോലെ തെരഞ്ഞെടുത്തില്ലേ കുറെ ദൈവങ്ങളെ. അതുകൊണ്ട് ആ ദൈവങ്ങളുടെ അടുത്തേക്ക് രക്ഷാധികാരികളായി നിങ്ങൾ മാറി നിൽക്കണമെന്ന് പ്രഖ്യാപിക്കുന്നു. അത് നിങ്ങൾ തൃപ്തിപ്പെടുകയില്ലേ എന്നൊരൊറ്റ കൽപ്പന. അല്ലാഹു അവിടെ നമുക്ക് കാവൽ തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻത റബ്ബുനാ വഅൻത മൗലാനാ വഅൻത ഇലാഹുനാ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. നമുക്ക് അല്ലാഹു മാത്രം മതി. അല്ലാഹുവാണ് ഇലാഹ്, അല്ലാഹുവാണ് നമ്മുടെ രക്ഷകൻ, അവനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. എന്നാ ബാക്കിയുള്ളവരൊക്കെ കൊടുക്ക് നോക്ക്. ഉമ്മ യഖൂൽ, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, മൻ കാന യഅബുദു ശൈഅൻ ഫല്യത്തബിഉഹു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ആരെയാണോ ഏതിനാണോ ഇബാദത്ത് എടുക്കുന്നത് അതിന്റെ കൂടെ അങ്ങോട്ട് നിൽക്കട്ടെ. ഭഗവാൻ, ശാസ്താവ്, അയ്യപ്പൻ, കരിങ്കല്ലുകൾ, മൂർഖമ്പാമ്പുകൾ, ആകാശം, ഭൂമി, എന്തൊക്കെ ആവട്ടെ, കല്ല്, കരട്, മൂർഖം കൂറ്റി, എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ഇബാദത്തെടുത്തവര് അതിന്റെ അടുത്തേക്ക് കൂടെ പോകട്ടെ, അതിന്റെ കൂടെ പോകണം. അങ്ങനെ ദേവതകളും ദൈവങ്ങളും പ്രതിഷ്ഠകളും പ്രതിമകളും എല്ലാം അവിടെ രംഗത്ത് വന്ന് അതിന്റെ അടുത്തേക്ക് അതിന്റെ ആൾക്കാർ പോവുകയാണ്. ബഹുമാനപ്പെട്ട ഉസൈർ അലൈഹിസ്സലാം അള്ളാഹു അയച്ച ഒരു മഹാനായിരുന്നു. അവര് ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അവർക്ക് ഇബാദത്തെടുത്തു. അപ്പൊ ഉസൈറിന്റെ കൂടെ പോയാൽ പറ്റൂലല്ലോ, ഉസൈർ മൂമിനായ മനുഷ്യനാണല്ലോ. അതുകൊണ്ട് അള്ളാഹു തആല അവിടെ ചെയ്യുന്നത് എന്താണ്? ഉസൈറിന്റെ പേരിൽ ഉസൈറിന്റെ ആളുകൾക്ക് മനസ്സിലാകത്തക്ക രൂപത്തിൽ ഒരു ശൈത്താൻ അവിടെ രംഗത്ത് വരുന്നു. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരും നിഷ്കളങ്കരാണ്, നിരപരാധികളാണ്. ആ സ്ഥാനത്തും ഒരു പിശാച്. ബാക്കി കരിങ്കല്ലുകളും ദൈവങ്ങളും ലാത്തകളും ഉസ്സകളും മനാത്തുകളും ഒക്കെ അതിന്റെ കൂടെ ആൾക്കാർ അങ്ങോട്ട് മാറാൻ തുടങ്ങുന്നു. ഓരോരുത്തരും അങ്ങോട്ട് മാറാൻ തുടങ്ങി. അല്ലാഹു റസൂൽ പറയുകയാണ്, സൂര്യനെ ആരാധിച്ചവർ സൂര്യന്റെ അടുത്തേക്ക് മാറുന്നു. ചന്ദ്രനെ ആരാധിച്ചവർ ചന്ദ്രന്റെ അടുത്തേക്ക് നീങ്ങുന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ട് നടന്നവർ വിഗ്രഹത്തിന്റെ കൂടെ, കുരിശിനെ ആരാധിച്ചവർ കുരിശിന്റെ കൂടെ, ഇങ്ങനെ ഓരോന്നിനെ ആരാധിച്ചവർ അവരവരുടെ ആരാധ്യ വസ്തുക്കളുടെ കൂടെ അങ്ങോട്ട് മാറി നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും മാറി നിന്ന് ആര് ബാക്കി വരും? ആലോചിക്കേണ്ടതാണ്. എല്ലാവരും മാറി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈമാനില്ലാത്ത മറ്റെല്ലാ കൂട്ടരും അവരവരെ പൂജിച്ചു കൊണ്ട് നടന്നിരുന്ന, അവരുടെ അർത്ഥനകളും ആരാധനകളും ഉപാസനകളും കൊടുത്തിരുന്ന വ്യാജ ശക്തികൾ അതിന്റെ കൂടെ അങ്ങോട്ട് മാറി നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അങ്ങോട്ട് വരുമ്പം അല്ലാഹു റസൂൽ പറയുക, കുരിശിന്റെ ആൾക്കാർ കുരിശിന്റെ കൂടെ പോകും, വിഗ്രഹങ്ങളുടെ ആൾക്കാർ വിഗ്രഹങ്ങളുടെ ആൾക്കാരുടെ കൂടെ, എല്ലാം ഇലാഹുകളാണ് തലയിലേക്ക് കൊണ്ടു നടന്നതിന്റെ പിന്നാലെ അങ്ങോട്ട് മാറി നിൽക്കും. ബുഖാരിയിൽ കാണാം. അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹു അംഗീകരിച്ച മുഅ്മിനീങ്ങൾ മാത്രം ബാക്കിയായി. അവർക്ക് ആരുടെ കൂടെയും പോകാനില്ല, ആരുടെ കൂടെയും പോകാനില്ലല്ലോ. തൽക്കാലം അവര് ബാക്കിയാവുന്നു. അവരിൽ തമ്മാടികളുമുണ്ട്, നല്ലവരുമുണ്ട്, മുനാഫിഖീങ്ങളുമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് സംബന്ധിച്ച ആൾക്കാർ വേറെയും ചിലരുണ്ട്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ അതാ ജഹന്നം എന്ന നരകമതാ മുന്നോട്ട് വരുന്നു. ഒരു മരീചിക പോലെ 70,000 വട്ടക്കണ്ണികൾ വെച്ച് 70,000 മലക്കുകൾ പിടിച്ചു വരിച്ചു കൊണ്ടുവരുമെന്ന റസൂലുള്ള പറഞ്ഞ ഹദീസുണ്ട്. അതിന്റെ വിശദമായ ചർച്ച ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. ജഹന്നം ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരുന്നു. യഹൂദികളോട് അല്ലാഹുവിന്റെ കൽപ്പന, മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ എന്തിനായിരുന്നു ഇബാദത്ത് ചെയ്തത്? ആർക്കായിരുന്നു ഇബാദത്ത് ചെയ്തിരുന്നത്? കുന്നാ നഅബുദു ഉസൈറൻ ഇബ്നല്ലാഹ്, അല്ലാഹുവിന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉസൈറിനെയാണ് ഞങ്ങൾ ആരാധിച്ചത്. അല്ലാഹു പറയും, കദബ്തും, കളവാണല്ലോ നിങ്ങളാ പറഞ്ഞത്, ശുദ്ധമായ നുണയാണ്. ലം യകുൻ ലില്ലാഹി സാഹിബത്തും വലാ വലദ്, അല്ലാഹുവിന് മക്കളും കുട്ടികളും പെണ്ണുങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ കള്ളത്തരം ചെയ്തു. അപ്പോഴേക്ക് ഫമാ തുരീദൂൻ, നിങ്ങൾക്ക് എന്ത് വേണം എന്ന് പറയുമ്പോഴേക്ക് ഇവര് പറയും, നുരീദു അൻ തുസ്ഖിയനാ, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം വേണം, ദാഹിച്ച് വരഞ്ഞിരിക്കുന്ന അവിർബോധമൊന്നും ഇല്ലാത്ത കൂട്ടരല്ലേ, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരണം എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന, ഇശ്റബൂ, അല്ല കുടിച്ചോളൂ, കുടിച്ചോളൂ നിങ്ങൾ എന്നൊറ്റ പറച്ചിലും ഒരൊറ്റ കൽപ്പനയും ജഹന്നം എന്ന നരകത്തിലേക്ക് അവർ കൊണ്ടിടപ്പെടുകയായി, അവർ വലിച്ചിഴക്കപ്പെടുകയായി എന്ന് മഹാനായ റസൂലുള്ളാഹി. ആ കൊണ്ടിടുന്ന രൂപം ഇൻഷാ അല്ലാഹ് ജഹന്നമിന്റെ പാഠത്തിൽ വെച്ച് നമുക്ക് പറയാം. നസാറാക്കളോട് അല്ലാഹു ചോദിക്കും, മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ ആർക്കായിരുന്നു ഇബാദത്ത് ചെയ്തത്? അവര് പറയും, കുന്നാ നഅബുദുൽ മസീഹ ഇബ്നല്ലാഹ്, ദൈവപുത്രനായ യേശു മസീഹ്, ഞങ്ങൾ ഇബാദത്ത് ചെയ്തത് അങ്ങനെയാണ്. അല്ലാഹു പറയും, കദബ്തും, കളവാണ് പറഞ്ഞത്, ശുദ്ധ നുണയാണ് പറഞ്ഞത്. ലം യകുൻ ലില്ലാഹി സാഹിബത്തും വലാ വലദ്, അല്ലാഹുവിന് മക്കളും കുട്ടികളും പെണ്ണുങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കള്ളത്തരത്തിലാണ് നിങ്ങൾ ജീവിച്ചത്. തിരിച്ചു ചോദിക്കും അല്ലാഹു, മാദാ തുരീദൂൻ, നിങ്ങൾക്ക് എന്ത് വേണം ഇപ്പോൾ പറയൂ, എന്താണ് ആഗ്രഹം? നാവ് വലിഞ്ഞിരിക്കുന്നു. ഇശ്റബൂ, കുടിച്ചോ വെള്ളം, ജഹന്നമിലേക്ക് ചൂണ്ടിയിട്ടതാ. ഫയതസാഖതൂൻ, അവരും നരകത്തിലേക്ക് വലിച്ചയക്കപ്പെടുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഓരോരുത്തരുടെയും ദൈവങ്ങളുടെ കൂടെ, സംപൂജ്യ വസ്തുക്കളുടെ കൂടെ, ആരാധ്യരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 നരകത്തിലേക്ക്. ഹത്താ യബ്ഖാ മൻ കാന യഅബുദുല്ലാഹ മിൻ ബിർരിൻ ഔ ഫാജിർ, നല്ലവനാകട്ടെ മോശക്കാരനാകട്ടെ, അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിച്ച മുഴുവൻ ആളുകളും അവിടെ ബാക്കിയായി. അതൊരു വല്ലാത്ത സന്ദർഭമാണ്. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത സന്ദർഭമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ അഹ്ലുകാര് മാത്രം ഒരു ഭാഗത്ത് അങ്ങോട്ട് ബാക്കിയാകുന്നു. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മുസ്ലിമീങ്ങളാണ് ആ കൂടിയിരിക്കുന്നവര്. അൽ മുസ്ലിമൂൻ, അവരൊന്നിച്ച് കൂടിയിരിക്കുന്നു. അമ്പിയാ മുസ്ലിങ്ങളുടെ അനുയായികളും എല്ലാവരും അൽ മുസ്ലിമൂൻ, ആ കൂട്ടത്തിലുള്ളവർ നിൽക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നാം അങ്ങനെ ഉയർന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ സുഖമായി നിൽക്കുകയാണ്. ആ സമയത്ത് കാണാം ഒരവതരണം, ഒരു പ്രത്യേകമായ അവതരണം. വന്നിട്ടൊരാൾ ചോദിക്കും, മന്നന്തും, നിങ്ങൾ ആരാണ്? ഇവിടെ എന്താ നിൽക്കുന്നത്? നിങ്ങൾ ആരാണ്? അപ്പോൾ നാം പറയും, നഹ്നുൽ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു അംഗീകരിച്ച ആളുകളാണ്. ഉടനെ തന്നെ ചോദ്യം, വന്നയാളുടെ ചോദ്യം, മൻ തന്തദിറൂൻ, നിങ്ങൾ ആരെയാ കാത്തിരിക്കുന്നത്? എല്ലാവരും പോയി കഴിഞ്ഞല്ലോ, നിങ്ങൾ ഇനി ആരെയാ നോക്കി നിൽക്കുന്നത്? അപ്പോൾ ഞങ്ങൾ പറയും, നന്തദിറു റബ്ബനാ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കാത്തിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരെ ഇബാദത്തെടുത്തതിന്റെ കൂടെ പോകാൻ പറഞ്ഞപ്പോ അവരവരെ ഇബാദത്തിന്റെ കൂടെ പോയി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇബാദത്തെടുത്തതിനെ കിട്ടണ്ടേ? അത് അല്ലാഹു അല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കാത്തിരിക്കുകയാണ്. റബ്ബിനെ കിട്ടിയാൽ ഞങ്ങൾക്കും പോകാം. ആളുകളൊക്കെ പോയല്ലോ പോകേണ്ടടുത്തേക്ക്, നിങ്ങൾ മാത്രം എന്തേ ഇവിടെ ബാക്കിയായി എന്ന ചോദ്യം വരും. അപ്പോഴേക്കും ഇവർ പറയും, ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നു. അവരവരുടെ ഇബാദത്ത് ആർക്കാണോ എടുത്തത് അതിന്റെ കൂടെ കൂടെ പോകാനുള്ള കൽപ്പന ഞങ്ങൾ കേട്ടു. അവരൊക്കെ അവരെ ഇബാദത്തെടുത്തതിന്റെ കൂടെ പോയി. ഞങ്ങൾ ഇബാദത്തെടുത്തത് അല്ലാഹുവിനെ മാത്രമാണ്. ഞങ്ങൾ അല്ലാഹുവിനെ കാത്തു നിൽക്കുകയാണ്. അത്യുന്നതനായ പരിശുദ്ധനായ പ്രതാപശാലിയായ അല്ലാഹുവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ബേജാറിന്റെ സമയം തീരുകയാണ്. പക്ഷേ ഏറ്റവും ബേജാറുള്ള സമയമാണ്. ആ സമയത്തതാ ഫയഅതീഹിമുൽ ജബ്ബാറു അസ്സ വജൽ ഫീ ഗൈരി സൂറത്തില്ലത്തി യഅരിഫൂനഹാ,
അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, അവർക്ക് അള്ളാഹുവിനെ തിരിയാവുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗതമാകുന്നു അവരുടെ അടുത്തേക്ക്. അവര് പറയും അന റബ്ബുക്കും, ജനങ്ങൾക്ക് മനസ്സിലാകുന്നു അള്ളാഹു ആണോ അല്ലേ എന്ന് മനസ്സിലാക്കും. മുസ്ലിമീങ്ങളല്ലേ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എടുത്തവരാണല്ലോ. അള്ളാഹുവിനെ മനസ്സിലാകുന്ന ഒരവസ്ഥ അവർക്കുണ്ട്. അപ്പോഴാണ് മനസ്സിലാകാത്ത രൂപത്തിൽ ഒരാൾ വരുന്നത്. അവർ അള്ളാഹു ആണെന്ന് മനസ്സിലാകില്ല. ആ വന്ന ആഗതൻ ഇപ്പോൾ സമാധാനമായിരിക്കുന്നത് അള്ളാഹു അല്ല എന്ന് അവർക്കറിയാം. അങ്ങനെ ഒരു ആഗതമാകുന്ന അവസ്ഥ, ഒരാൾ വന്നിട്ട് പറയും അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. അപ്പോഴേക്ക് ഇവര് പറയും നഊദു ബില്ലാഹി മിൻക, നീ റബ്ബല്ല, നീ ഞങ്ങളുടെ റബ്ബൊന്നുമല്ല. ഞങ്ങൾ ഇവിടുന്ന് അനങ്ങാൻ തയ്യാറല്ല, ഞങ്ങൾ ഇവിടുന്ന് മാറാനും തയ്യാറല്ല. ഞങ്ങളുടെ റബ്ബ് തന്നെ വരണം. കാരണം ഓരോരുത്തരും അവരവര് ഇബാദത്തെടുത്തത് ആർക്കാണോ അവരുടെ കൂടെ പോകാനാ കൽപ്പന. ഞങ്ങൾ ഇവിടുന്ന് അനങ്ങൂല, ഞങ്ങളുടെ റബ്ബ് വരുന്നത് വരെ അനങ്ങൂല എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഈ വന്നയാള് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഹൽ തഅരിഫൂന റബ്ബക്കും ഇദാ റഅയ്തുമൂഹു, നിങ്ങൾക്ക് റബ്ബ് വന്നാൽ തിരിയോ, മനസ്സിലാക്കാൻ കഴിയോ? അതേ ഞങ്ങൾക്ക് തിരിയും. ബൈനനാ വബൈനഹു അലാമത്തുൻ റഅയ്നാഹു അറഫ്നാഹു, ഞങ്ങൾക്കറിയാം റബ്ബ് വന്ന റബ്ബ് ഏതാണ്, റബ്ബ് ആരാണ്. ഞങ്ങൾ ഈ കാലം അത്രയും ഇബാദത്ത് ചെയ്ത അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സത്ത് വന്നാൽ ഞങ്ങൾക്ക് തിരിച്ചറിയും എന്ന് പറയുന്നു. കുറച്ച് കഴിയുമ്പോഴതാ ഫയഅതീഹിമുല്ലാഹു ബിസ്സൂറത്തിൽ ലത്തീ യഅരിഫൂൻ, അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇത് റബ്ബാണ്, ഇത് റബ്ബുൽ ഇസ്സത്താണ്, അല്ലാഹുവാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്ന ബോധ്യമാകുന്ന രൂപത്തിൽ അല്ലാഹു സമാഗതമാകുന്നു. സഹീഹ് മുസ്ലിമിൽ കാണാം, സന്തോഷവാനായി അല്ലാഹു അവരെ മുഴുവൻ സന്തോഷിപ്പിക്കുന്ന ഒരു രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാഹു അവിടെ വരുന്നു. അന റബ്ബുക്കും എന്നങ്ങോട്ട് പറയുമ്പോൾ അതോടുകൂടെ മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി അന്ത റബ്ബുനാ, അതെ അതെ, ഞങ്ങൾ ഈ കാലം അത്രയും കാത്തു നിൽക്കുന്ന റബ്ബ് നീ തന്നെയാണ്, നീ തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിനോട് സംസാരിക്കാൻ അമ്പിയാക്കൾ മാത്രമേ ധൈര്യപ്പെടുകയുള്ളൂ. ഒരു പ്രത്യേകമായ വികാരോദ്വേഷകമായ സമയമാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ അപ്പോൾ സംസാരിക്കുകയുള്ളൂ. അങ്ങനെ അള്ളാഹുവിനെ അങ്ങോട്ട് തിരിച്ചറിയുന്ന ഒരു പ്രത്യേകമായ സമയം, ഏറ്റവും ബേജാറുള്ള ഒരു സമയമാണ്. ആ ബേജാറിനെ സൂചിപ്പിച്ചിട്ട് ഖുർആൻ പറയുകയാണ്, യൗമ യുക്ശഫു അൻ സാഖ് വയുദഊന ഇല السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون يوم يكشف عن ساق. ഏറ്റവും ബേജാറുള്ള സന്ദർഭത്തെ യോജിപ്പിക്കുന്ന ഒരു പദമാണത്. അവിടെ അത് അല്ലാഹുവാണെന്ന് മനസ്സിലാകുന്നതോടുകൂടി ആ പ്രതാപത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ വരവിന്റെ ഗാംഭീര്യത്തിന്റെ മുമ്പിൽ അവിടെ ഒരുമിച്ച് കൂടി നിന്ന മോമിനിങ്ങളൊക്കെ അങ്ങ് സുജൂദ് ചെയ്തു പോകുന്നു. അങ്ങനെയാണ്, സുജൂദ് ചെയ്തു പോകുന്നു അവർ. മോമിനിങ്ങളല്ലാത്ത മുസ്ലിമീങ്ങളുണ്ടല്ലോ, മര്യാദക്ക് സുജൂദ് ചെയ്യാതെ ജീവിച്ച മുസ്ലിമീങ്ങള്, ലോകമാന്യത്തിനും മറ്റുമൊക്കെ സുജൂദ് ചെയ്ത ആൾക്കാർ, അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവരും സുജൂദ് ചെയ്യാനൊന്ന് കുനിഞ്ഞു നോക്കും. മടങ്ങിക്കിട്ടൂല. ഊരെ ഒന്നും വളഞ്ഞെങ്കിലല്ലേ സുജൂദ് കിടക്കാൻ പറ്റുള്ളൂ. ദുനിയാവിൽ സുജൂദ് ചെയ്യാത്ത മുസ്ലിമീങ്ങൾ, ദുനിയാവിൽ സുജൂദ് ചെയ്തത് ലോകമാന്യത്തിന് നടത്തിയവര്, അവരൊക്കെ അതാ ഒരൊറ്റ തട്ടായി പോകുന്നവരുടെ ശരീരം. അതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, വയുദഊന ഇല സുജൂദ്, സുജൂദിലേക്ക് അവർ വിളിക്കപ്പെടുന്നു. ഫലാ യസ്തതിഊൻ, അവർക്ക് സുജൂദിന് കഴിയൂല. വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ, ശരീരത്തിന് നല്ല ആഫിയത്തുള്ള കാലത്ത് മര്യാദക്ക് സുജൂദ് ചെയ്യാൻ അവരോട് പറഞ്ഞിരുന്നു, അന്നവർ ചെയ്തില്ല. അതിന്റെ തിക്തഫലം അവസാനവും അനുഭവിക്കുകയാണ് നിസ്കരിക്കാത്ത മനുഷ്യന്മാർ. ഇന്നാലില്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ മുഅ്മിനീങ്ങളൊക്കെ സുജൂദിൽ ചെയ്തു. അവരെല്ലാവരും അതാ സുജൂദ് ചെയ്യാൻ കഴിയാത്തവരാകട്ടെ, അവരാ കുടുങ്ങിയ ഘട്ടത്തിൽ അങ്ങ് കുടുങ്ങിപ്പോകുന്നു. സുജൂദ് ചെയ്ത മുഅ്മിനീങ്ങൾക്കൊക്കെ കൽപ്പനയായി പോയി, അല്ലാത്തവർക്കും കൽപ്പനയായി. സുജൂദ് ചെയ്യാൻ കഴിയാത്തവർക്കൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന അതാ കൂടെ പോകുന്നു. അള്ളാഹു ഒന്നുകിൽ മലക്കുകളെ തരും, അല്ലെങ്കിൽ പോകേണ്ട ദിശ അവർക്ക് മനസ്സിലാവും. ഒരു ദിശക്കങ്ങ് പോവുകയാണ്. അവരെയും കൊണ്ടുപോകാൻ വരേണ്ട ആള് വന്നു. അവരാ വഴിക്കങ്ങോട്ട് പോവുകയാണ്. ബൈന യദയ സിറാത്ത്,
ആ പോക്ക് ചെന്നെത്തുന്നത് സിറാത്ത് പാലത്തിന്റെ അടുത്താണ്. അവിടെയുള്ള ഭീതിതമായ ഘട്ടം അള്ളാഹു എല്ലാ ഘട്ടങ്ങളിലും നമ്മളെ കാക്കുമാറാകട്ടെ, നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് പതറുന്ന ഘട്ടങ്ങളിൽ നമുക്ക് കൂട്ടാകുമാറാകട്ടെ, അവന്റെ റഹ്മത്ത് നമുക്ക് നൽകപ്പെടുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ ചൊല്ലിയ പരിശുദ്ധമായ സ്വലാത്ത് നീ സ്വീകരിക്കണം റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. സ്വലാത്തിന്റെ ഹുർമത്ത് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം തമ്പുരാനെ. അവിടുത്തെ ഹൗദുൽ കൗസർ ഞങ്ങൾക്ക് നീ കുടിപ്പിക്കണം റഹ്മാനെ. അവിടുത്തെ റൗള ശരീഫിൽ ഞങ്ങൾ നീ കുടുംബസഹിതം ബന്ധപ്പെട്ടവരെയും എത്തിക്കണം റഹ്മാനെ. പടച്ചവൻ, ഈ സദസ്സ് ഞങ്ങളുടെ പാപങ്ങളെ പൊറുപ്പിക്കാൻ കാരണമാക്കണേ തമ്പുരാനെ. ആഖിറത്തിലെ ഭയാനകമായ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് തണലേകുന്ന രക്ഷയേകുന്ന സദസ്സാക്കി ഇബാദത്താക്കി നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഈമാന് വർദ്ധിപ്പിക്കണം റഹ്മാനെ. പടച്ചവനെ, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് എഴുത്തൊക്കെ ചെല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും കൂട്ടുകുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തി തരണം തമ്പുരാനെ. ഇതെല്ലാം ചെയ്തിട്ടും നാളെ ആഖിറത്തിൽ നിരാശരാകേണ്ടി വരുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സന്തോഷത്തിന്റെ ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ ആട്ടി ഓടിക്കപ്പെടുന്ന മുബ്തദിഈങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ തമ്പുരാനെ. മരണം വരെ സുന്നത്ത് ജമാഅത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം റഹ്മാനെ. പടച്ചവനെ, ഈ സദസ്സിലേക്ക് സംഭാവന നൽകിയവർ, സ്വർണ്ണാഭരണങ്ങൾ തന്നവര്, വലിയ സംഭാവന തന്നവർ, പടച്ചവനെ നിനക്കറിയാം അവരുടെ ഉദ്ദേശം. ഈ സദസ്സ് വിചാരിച്ചു തന്നവരാ, അവർക്ക് നീ അത് കാണിച്ചു കൊടുക്കണം റബ്ബേ. അവരുടെ രോഗങ്ങൾ ശരിയാക്കണം റഹ്മാനെ. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഞങ്ങളുടെ ഉമ്മബാപ്പുമാർ, ഉസ്താദുമാർ, കുടുംബാംഗങ്ങൾ, അവരുടെയും ഞങ്ങളുടെയും ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ നഈമിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹുകളുടെ കൂടെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റമദാനിൽ നരകാഗ്നിയിൽ നിന്ന് മോചിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റബ്ബേ. ഞങ്ങളെ സഹായിക്കുന്നവരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഞങ്ങളുടെ ഈ സദസ്സിലുള്ള മുഴുവൻ ആൺപെണ്ണുങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. പടച്ചവനെ, ഈ സദസ്സ് ഞങ്ങൾക്ക് വലിയ ഖൈറാക്കണം റഹ്മാനെ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹുകളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. ആരുടെ മുമ്പിലും ഞങ്ങളെ നീ വഷളാക്കല്ല റഹ്മാനെ. ആഖിറത്തിലും നീ ഞങ്ങളെ വഷളാക്കല്ല റഹ്മാനെ. കടം കൊണ്ട് കുടുങ്ങിയവരും സാമ്പത്തിക ഞെരുക്കമുള്ളവരും ഞങ്ങളിലുണ്ട്. ഞങ്ങൾക്ക് നീ ബറക്കത്ത് വർദ്ധിപ്പിക്കണം തമ്പുരാനെ. കടങ്ങളെ വീട്ടാൻ എളുപ്പമാർഗം കാട്ടിത്തരണം തമ്പുരാനെ. മക്കളെയും പെണ്ണന്മാരെയും കെട്ടിക്കുന്നതിൽ വിഷമിച്ച് വളരെയധികം വേദനിക്കുന്നവർ നീ നല്ല പരിഹാരം കാട്ടിത്തരണം തമ്പുരാനെ. പടച്ചവനെ, ഈ സദസ്സിലെ കൈ ഞങ്ങൾ ഉയർത്തിയതിനെ നീ നിരാശരാക്കി മടക്കല്ലേ റഹ്മാനെ. നിരാശരാക്കി ഞങ്ങളെ നീ മടക്കല്ലേ തമ്പുരാനെ. പടച്ചവനെ, ജന്നാത്തുൽ നഈമിന്റെ സൗഭാഗ്യത്തിൽ ഞങ്ങളെ നീ എത്തിക്കണം തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ബിമഹ്ളി ഫളലിക വകറമിക വജൂദിക യാ അക്രമൽ അക്രമീൻ വയാ അർഹമർ റഹീമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.